ദുഃഖകരമായ ഒരു വാർത്തയാണ് കേരളം കേട്ടത്. ഒരു വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞ് ചികിത്സ കിട്ടാതെ മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചു എന്നുള്ള വാർത്തയാണ് എല്ലാവരെയും വേദനിപ്പിച്ചത്. പിന്നീട് വന്ന വാർത്തകൾ ഏറെ വിഷമിപ്പിക്കുന്ന ഒന്നായിരുന്നു. പ്രോപ്പർ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് വന്ന വിവാദം. ആ വിവാദവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ബദൽ ചികിത്സാ രീതികളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ന് കേരളം സജീവമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എൻ്റെ ഒപ്പം കെ മുഹമ്മദ് നജീബ് സാഹിബുണ്ട്, അതുപോലെ തന്നെ ഡോക്ടർ ഇസ്മായിൽ സാഹിബുണ്ട്. ഇസ്മായിൽ സാഹിബ്, എന്താണ് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട്? നിരന്തരം ഇത്തരം വാർത്തകൾ ഇങ്ങനെ അടിക്കടിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മരണപ്പെടുന്ന വിഷയവുമായും ബദൽ ചികിത്സയിലൂടെ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്ന് വെച്ചൊക്കെ കുറേ വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്? കാടടച്ച് ഇതിനെ തന്നെ എതിർക്കേണ്ടതുണ്ടോ? ഇത് ഇപ്പോൾ മലബാറിൽ അല്ലെങ്കിൽ പിന്നെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെ പ്രസക്തിയുള്ളൊരു വിഷയമാണ്. പിന്നെ ആളുകൾക്ക് എല്ലാ ചികിത്സകളും ഓപ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതൊരു വ്യക്തിയുടെ ചോയ്സ് തന്നെയാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ആളുകൾക്ക് അപകടമില്ലാതെ എല്ലാവിധ ചികിത്സാ സംവിധാനങ്ങളും ഇവിടെ നടന്നു പോകേണ്ടതെന്നുള്ളതാണ് നമ്മളെ ഒരു ചർച്ചേൻ്റെ ഒരു കാതലാവുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെ നാട്ടിൽ അംഗീകൃതമായിട്ടുള്ളൊരു സയൻറ്റിഫിക് സിസ്റ്റംസ് ഒക്കെ ഉണ്ടല്ലോ, സിസ്റ്റംസ് ഓഫ് മെഡിസിൻ, മോഡേൺ മെഡിസിന്, ഹോമിയോ, പിന്നെ ആയുർവേദ, യുനാനി, ഇതെല്ലാം നമ്മൾ പിന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പിന്നെ പിന്നെ മെഡിക്കൽ സിസ്റ്റംസൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം അവർക്കൊരു പർട്ടിക്കുലർ കരിക്കുലം ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ കുട്ടിൻ്റെ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം എന്നുള്ളൊരു വിഷയം എടുക്കുകയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ എല്ലാ സിസ്റ്റംസിനും ബേസിക് സയൻസസും ഒന്നാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യൻ്റെ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ കരളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എല്ലാവരും അവരുടെ ഒന്നാം വർഷ കോഴ്സിൻ്റെ സമയത്ത് ലിവറിനെ കണ്ടുപഠിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ പഠിക്കുന്ന ബയോ കെമിസ്ട്രി ഉണ്ട്. അതിന് അപകടം വന്നാൽ എന്തൊക്കെ രോഗങ്ങളാണ് ഉണ്ടാവുക, എപ്പോഴൊക്കെയാണ് ചികിത്സിക്കേണ്ടത്, എപ്പോഴൊക്കെയാണത് ചികിത്സ നമ്മളെ കയ്യിൽ നിൽക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ സിസ്റ്റത്തിൽ നിൽക്കില്ലെങ്കിൽ മറ്റിടത്തേക്ക് റെഫർ ചെയ്യേണ്ടത് എപ്പോഴാണെന്നുള്ള ഒക്കെ കേസുകളും അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിച്ചിട്ടാണ് സാധാരണ ഒരു സ്ട്രക്ചേർഡ് കോഴ്സുകളിൽ നമ്മൾ പഠിച്ചിറങ്ങാറുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ അപകടം ഉണ്ടാക്കിയ വ്യാജ കോഴ്സിൽ പറഞ്ഞ പോലെ ഈ മഞ്ഞപ്പിത്തം എങ്ങനെ വരുന്നതെന്നോ അല്ലെങ്കിൽ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് മഞ്ഞപ്പിത്തം വന്നാലും മൂന്നോ നാലോ ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ മരണപ്പെടുക. പക്ഷേ ഇയാൾ അപകടത്തിലേക്കാണ് പോകുന്നത് തിരിച്ചറിയാനുള്ള ഒരു ബോധമോ തിരിച്ചറിവോ അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് കരളെന്താണ് അതിൻ്റെ പ്രവർത്തനം എന്താണെന്നും ഈ പറഞ്ഞ ഈ അപകടം ഉണ്ടാക്കിയ ചികിത്സാ രീതിയിൽ വ്യാജ അക്യുപങ്ചർ നമുക്കതിനെ വിളിക്കാം, അതിലില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇവർക്ക് ഇതെല്ലാം ഒരു ശരീരത്തിന് വരുന്നൊരു മഞ്ഞ നിറം മാത്രമാണ്, അല്ലെങ്കിൽ മൂത്രത്തിൽ വരുന്നൊരു മഞ്ഞ കളർ മാത്രമാണ്. ഇതിനൊരു 100,000 കാരണങ്ങളുണ്ടാവും. അത് തിരിച്ചറിഞ്ഞ് എപ്പോൾ നമ്മളെ കയ്യിൽ നിൽക്കുന്നില്ല, നമ്മുടെ സിസ്റ്റത്തിൽ നിൽക്കുന്നില്ല, അപ്പോൾ റെഫർ ഔട്ട് ചെയ്യണം എന്നുള്ള ഒരു ബോധം ഇല്ല. അപ്പം നമ്മൾ ബദൽ ചികിത്സനെ ഓപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഗവൺമെൻറ് അല്ല, അവിടെ പറഞ്ഞിട്ട് ഒരു പ്രോബ്ലം, ഈ സിസ്റ്റത്തിൽ നിന്ന് എപ്പോഴാണോ കയ്യിൽ നിന്ന് പോകുന്നത് അപ്പോൾ റെഫർ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അതിന് എന്താണ് ഈ സിസ്റ്റം എന്നുള്ളതിനെ കുറിച്ച് ആദ്യം ഒരു കൃത്യമായ കൺസെപ്റ്റ് അവർക്ക് വേണമല്ലോ. അതുപോലും ഇല്ല എന്നുള്ളതാണ്. ഏതാനും ആഴ്ചകളുടെ വീക്കെൻഡ് കോഴ്സസിലൂടെ ഒരു സിസ്റ്റത്തിനെ മനസ്സിലാക്കാൻ കഴിയണമെന്നില്ലല്ലോ. ഞാൻ ഈ പറയുന്നത് ഇവരെ മാത്രമല്ല, ഇവരുടെ അടുത്ത് പോണ ആൾക്കാർക്ക് കൂടി ഇതിനെപ്പറ്റി തിരിച്ചറിവുണ്ടാവുന്നതാണ്. ഇവരുടെ ഇതിനെപ്പറ്റിയുള്ള അറിവ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള എക്സ്പോഷർ, ഈ ഒരു ഇൻഫർമേഷനെ പറ്റിയിട്ട് അതെ. അത് വളരെ പരിമിതമാണ്. ഇവർ ഈ 6 മാസം കൊണ്ട് ആഴ്ചയിൽ ഒരു കോഴ്സാണ് അവർ ഓൺലൈനിൽ ഉണ്ടാവുക. ഇപ്പോൾ അക്യുപഞ്ചർ അക്കാഡമിൻ്റെ ഒക്കെ സൈറ്റിൽ പോയി നമുക്ക് കാണാം, ആഴ്ചയിൽ ഒരു ദിവസം ഓൺലൈനിൽ പിന്നെ യൂട്യൂബിലൂടെ പാഠങ്ങൾ ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടൊന്നും ഈ പറഞ്ഞ രീതിയിൽ ഓഫ്ലൈനും ഉണ്ട് വീക്കെൻഡ് ക്ലാസ്സസ്, ഓഫ്ലൈൻ ഓപ്ഷനിലാണ് നടക്കുന്നത്. എഫക്റ്റ് ഈ സംഭവമാണ്. പിന്നെ ഒരു കൊല്ലത്തെ കോഴ്സിൽ 8 ദിവസമായിട്ടാണ് അവർ ഫിസിക്കൽ ക്ലാസ് കൊടുക്കണമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊന്നും ഇത് കവർ ചെയ്യുന്നില്ല നമുക്ക് ഉറപ്പാണ്. ഇപ്പോൾ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ എല്ലാ മരുന്നും നിർത്തിക്കോളി എന്ന് പറഞ്ഞാൽ നിർത്തുമ്പോൾ ഈ രോഗിയുടെ കിഡ്നിയും ബാക്കി അവയവങ്ങളൊക്കെ തകരാറിലാവും എന്നൊക്കെയുള്ള ഒരു ഇൽമ് അത് പകരാനുള്ള ഒരു പര്യാപ്തമായ കോഴ്സ് അല്ല ഇത്. ഇവരുടെ കരിക്കുലത്തിൽ തന്നെ മഞ്ഞപ്പിത്തത്തിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ള ഇവരുടെ ഏറ്റവും വലിയ പ്രചാരങ്ങളോട് ചോദിച്ചാൽ പോലും അവർക്ക് പറയാൻ കഴിഞ്ഞോളുന്നില്ല. അതെ. പിന്നെ നെഗ്ലക്റ്റ് ചെയ്താലും മഞ്ഞപ്പിത്തം ഇതുപോലെ എന്തൊക്കെ അപകടം ഉണ്ടാവും. ഇപ്പോൾ ഈ കുട്ടി മരിച്ച കുട്ടീൻ്റെ പോസ്റ്റ്മോർട്ടത്തിൽ നമ്മൾ കണ്ടു, ഒരു മഞ്ഞപ്പിത്തം നെഗ്ലക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ലിവർ ഫെയിലിയറായി. ലിവറാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ക്ലോട്ട് ചെയ്യേണ്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കുന്നത്. അത് തകർന്നുകൊണ്ട് ബ്ലീഡിങ് ഉണ്ടായി, ബ്രെയിനിൽ ബ്ലീഡിങ് ഉണ്ടായി, ഈ കുട്ടിക്ക് അപസ്മാരം വന്നു. അങ്ങനെയൊക്കെയാണ് മരിച്ചിരിക്കുന്നത്. ഇത് ഇവർക്ക് അനുഭവിച്ചിട്ട് പോലും ഇവർക്ക് പഠിക്കാൻ കഴിയുമെന്ന് വെച്ചാൽ അറിയില്ല. പക്ഷെ നമുക്കിത് അറിയാം, നമ്മൾ കോഴ്സിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു വരുന്നുണ്ട്. നമുക്കറിയാം ഇത് ഇങ്ങനെല്ലാം ചെയ്തില്ലെങ്കിൽ ഒരു കുട്ടി ക്ഷീണിച്ച് വരുമ്പോൾ തന്നെ നമ്മൾ കുട്ടീൻ്റെ കോയാഗുലേഷൻ സ്റ്റഡിയും കൂടി നോക്കും. കോയാഗുലേഷൻ ഫെയിലിയർ തുടങ്ങുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കുട്ടീനെ ICUലാക്കണം. അപ്പോൾ ഈ അറിവൊന്നുമില്ലാത്ത ആൾക്കാരും നമ്മൾ ചികിത്സകരായിട്ട്
കൂട്ടരുതെന്നാണ് എനിക്ക് പൊതുസമൂഹത്തിനോട് പറയാനുള്ളത്. അതെ അതെ, അതിപ്പം ഹോമിയോ ആണെങ്കിലും അതേപോലെ തന്നെ ആയുർവേദ ആണെങ്കിലും മോഡേൺ മെഡിസിൻ ആണെങ്കിലും എല്ലാത്തിനും തന്നെ ഒരു 5 വർഷമെങ്കിലും മിനിമം പഠിക്കുന്ന ഒരു കോഴ്സ് സ്ട്രക്ചർ ഉണ്ട്. അതെ അതെ അതിലവർ അനാട്ടമി പഠിക്കുന്നുണ്ട്, ഫിസിയോളജി പഠിക്കുന്നുണ്ട്, ബയോകെമിസ്ട്രി പഠിക്കുന്നുണ്ട്, അവരവരുടെ മരുന്നുകളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, അതിൻ്റെ റിയാക്ഷൻസും ആക്ഷൻസിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അവർ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്, ഹൗസ് സർജൻസി ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു രോഗിയെ പരിശോധിക്കാനും അയാൾക്ക് മരുന്ന് നിർദ്ദേശിക്കാനും അയാൾ മോണിറ്റർ ചെയ്യാനുള്ള കഴിവ് ഇവിടെയുള്ള ഏതൊരു കുട്ടിയും നേടിയെടുക്കുന്നത്. അങ്ങനെയാണ് അയാൾ ഡോക്ടറായിത്തീരുന്നത്. ഇത് ഏതാനും ആഴ്ചകളിൽ ഈ പറഞ്ഞ ഒരു സബ്ജക്ട്സ് പോലും അതിൽ പഠിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഒന്നും അയാൾക്ക് ബേസിക് എന്ന് മാത്രമല്ല സയൻസ് ബാക്ക്ഗ്രൗണ്ട് പോലും ഇല്ലാത്തവരാണ് വൻഭൂരിപക്ഷം എന്നുള്ളതാണ്. ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അത് തന്നെയായിരിക്കും. കാരണം ഇതൊന്നും ഇല്ലാതെ തന്നെ ഒരാൾക്ക് ഒരു ഡോക്ടർ പോലെ ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ സാധ്യതയാണല്ലോ. നാട്ടിൽ കണ്ടുവരുന്നതാണ്. സാധാരണക്കാരായിട്ടുള്ള ചിലപ്പോൾ സാധാരണ ജോലി എടുക്കുന്ന ഒരാള് അതെ കുറച്ച് നാൾ അതെ 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 കഴിയുമ്പോഴേക്കും പിന്നെ അതെ, ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ഫീസ് ചെയ്യുകയാണ്. വാങ്ങുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആണ് താനും. അതായത് ഇത്രയൊക്കെ പഠിച്ച് പുറത്ത് വരുന്ന ഒരു ഡോക്ടർ വാങ്ങുന്ന ഫീസ് തന്നെയാണ് ഒരു സൂചി കുത്തിന് വേണ്ടിയിട്ട് 50 പൈസ ചിലവുള്ളൊരു സൂചി കുത്തിയാൽ ഇയാളും വാങ്ങുന്നത്. പഠിച്ച കോഴ്സും സ്ട്രക്ചറും തമ്മിൽ ഡോക്ടർ ഇസ്മായിൽ അതിൽ രസകരമായ സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ഇസ്ലാമിക് ട്രഡീഷനൊക്കെ ഭയങ്കരമായിട്ട് പറയാറുണ്ട്. അതിൽ ഇപ്പോൾ അബൂബക്കർ റാസി ഒരു പുസ്തകം എഴുതുമ്പോൾ അൽ ഹാവി ഫി തിബ് എന്ന് പറയുന്ന, അതായത് കോംപ്രിഹെൻസീവ് സ്റ്റഡി ഇൻ മെഡിസിനാണ്. 8-ാം നൂറ്റാണ്ടിൽ എഴുതുന്ന പുസ്തകം 23 വോള്യങ്ങളുണ്ട്. മനുഷ്യ ശരീരത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും എഴുതുന്ന പുസ്തകം. അതുപോലെ തന്നെയാണ് അവിസിൻ്റെ 11-ാം നൂറ്റാണ്ടിൽ എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം 5 വോള്യംസാണ്. കാനൻസ് ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന, കാനൂന് ഫി തിബ് എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ അത്രയും എക്സ്റ്റെൻസീവ് സ്റ്റഡി ആ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിൻ്റെ സുവർണ്ണ നൂറ്റാണ്ടിലൊക്കെ മെഡിസിൻ രംഗത്തുണ്ടായതാണ്. ഇപ്പോൾ ഒരു സൂചിയിലേക്ക് അതിനെ ചുരുക്കി കൊണ്ടുവന്നിട്ട് ഏതാനും ആഴ്ചകളുടെ കോഴ്സാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം. അതന്നെ ഇവർ പരസ്യത്തിൽ പറയുന്ന 1000 രോഗങ്ങൾക്ക് ഒരൊറ്റ സൂചി കൊണ്ട് പരിഹാരം എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇന്നലെ ഇവരുടെ ഒരു ഫേസ്ബുക്കിൽ ഇവരൊരു പോസ്റ്റർ കണ്ടതാണ്. 1000 മുമ്പിട്ട പോസ്റ്ററാണ്. 1000 സൂചികൾക്ക് ഒരൊറ്റ സൂചി കൊണ്ട് പരിഹാരം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ശരിയായ അക്യുപങ്ചറിൽ പോലും ഒരു സൂചി എന്ന് പറഞ്ഞ സംവിധാനം തന്നെയല്ല. നമുക്ക് എനിക്ക് വേണമെങ്കിൽ ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു വിഷയമാണ്. ഈ ഒരൊറ്റ സൂചി കൊണ്ട് വിരൽത്തുമ്പിൽ പിന്നെ കുത്തിയോണ്ട് ഈ 1000 ലക്ഷക്കണക്കിന് രോഗങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഇപ്പോൾ സൂചിയും വേണ്ട എന്നുള്ളിടത്ത് എത്തിയിട്ടുണ്ടോ കാര്യങ്ങൾ? സൂചിയും കഴിഞ്ഞിട്ട് ഇപ്പോൾ കേരളത്തിലെ മെയിൻ പ്രചാരകന് സ്പർശന ചികിത്സയാണ്, അത് അക്യൂ ശരി. പ്രഷർ എന്ന് അവർ പറയാൻ. അതായത് ഇവർ ശരീരത്തിൽ ചികിത്സകൻ്റെ കയ്യിൽ എന്തൊരു വൈറ്റൽ ഫോഴ്സ് ഉണ്ട്. അത് രോഗിയിലേക്ക് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ കയ്യിലോ കാലിലോ എവിടെ വെച്ചാൽ പിടിച്ചമർത്തി കുറച്ച് നേരം പിടിച്ചു നിന്നാൽ രോഗം മാറി എന്ന് വിശ്വസിപ്പിച്ച ആൾക്കാരെ പറഞ്ഞു വിടും. വേറൊരു പേഷ്യൻ്റ് പറഞ്ഞാൽ അതും വേണ്ട, ഈ എനർജി ഫോൺ വഴി പാസ് ചെയ്ത് പിന്നെ ഫീസ് ഫോൺ വഴി അയച്ചു കൊടുത്താൽ മതി എന്നുള്ളതാണ്. ആളെ കാണേണ്ട ആവശ്യം പോലും. അത് പറഞ്ഞാൽ അതും പോയി ഇതിപ്പോൾ സ്പർശന ചികിത്സയാണ് നമ്മൾ രണ്ടാം പറഞ്ഞത്. ദർശന ചികിത്സ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഈ കേരളത്തിൽ മാത്രം കാണുന്നതാണ് ഈ പറഞ്ഞ അക്യുപങ്ചർ എന്ന് പറയുന്നത് വ്യാജ അക്യുപങ്ചർ. ഇത് ഒറിജിനൽ അക്യുപങ്ചർ ഒന്നുമല്ല. അത് നമുക്ക് വ്യക്തത വരുത്തേണ്ട കാര്യമാണ്. പക്ഷെ ഇതിലേ ഇങ്ങനെയൊക്കെയാണ് പറയുമെങ്കിൽ പോലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവൻ അനുഭവിക്കുന്ന വ്യത്യസ്തമായ രോഗങ്ങളുണ്ടാവും. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിരിക്കട്ടെ, അല്ലെങ്കിൽ തന്നെ ഈ പ്രധാനമായിട്ട് പെയിൻ റിലീഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ് അക്യുപഞ്ചർ വളരെ എഫക്റ്റീവായിട്ട് പലർക്കും ഫീൽ ചെയ്യും. അവരുടെ അനുഭവങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. വർഷങ്ങളായിട്ട് മോഡേൺ മെഡിസിറ്റി അലോപ്പതിയിലൊക്കെ ചികിത്സിച്ചിട്ട് മാറാത്ത കുറേ സാധനങ്ങൾ, കുറേ രോഗങ്ങൾ ഇവർക്ക് പോവുകയും അവരെന്നെ ചികിത്സിക്കുകയും, ചികിത്സ പറഞ്ഞാൽ മരുന്ന് കൊടുക്കാതെ തന്നെ ചികിത്സിക്കുകയും അതിലൂടെ റിലീഫ് കിട്ടുകയും ചെയ്യുന്നുണ്ട് എന്ന് കുറേ ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും അങ്ങനെ കുറേ ആളുകൾക്ക് ഫീൽ ചെയ്യുമ്പോൾ എത്ര പ്രചരണം നടത്തിയാലും ഈ അനുഭവിക്കുന്ന ഒരാളുടെ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത്തരം വാദങ്ങളും വരുന്നുണ്ട്. അങ്ങനെ കുറേ അനുഭവങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? അത് സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വ്യക്തി അനുഭവങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഇൻഡിവിജ്വൽസിൻ്റെ എക്സ്പീരിയൻസസ് ആണ്, ആനക്ഡോട്ടൽ എവിഡൻസസ് എന്ന് പറയും. അത് സയൻറ്റിഫിക്കലി അതൊരു വ്യക്തിയുടെ ഒരു പെർസെപ്ഷൻ മാത്രമാണ്. നമ്മൾ സയൻസിലെ ഒരു കാര്യം ശരിയാണെന്ന് പറയണമെങ്കിൽ അത് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആവണം. അപ്പോൾ ഒരാൾക്ക് ഇന്ന മരുന്ന് കുടിച്ചപ്പോൾ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ പ്രഷർ അല്ലെങ്കിൽ നീഡിലിറക്കിയപ്പോൾ വേദന മാറി എന്ന് പറയുമ്പോൾ അത് ആ ഒരു കമ്മ്യൂണിറ്റിയിലെ കൂടുതൽ ആളുകളിൽ, വ്യത്യസ്ത കമ്മ്യൂണിറ്റികളിലെ കൂടുതൽ ആളുകളിൽ പല സാഹചര്യങ്ങൾ പരീക്ഷിക്കുമ്പോൾ നമ്മളത് എഫക്റ്റീവാണെന്ന് ശാസ്ത്രീയമായിട്ട് അംഗീകരിക്കുള്ളൂ. അങ്ങനെയാണ് മോഡേൺ മെഡിസിനിലെ ഓരോ സാധനങ്ങളും നമ്മൾ ചികിത്സയായിട്ട് അംഗീകരിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി ഈ ആനക്ഡോട്ടൽ എവിഡൻസിന് പിന്നെ വലിയ ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല. എനിക്ക് മാറി അല്ലെങ്കിൽ എൻ്റെ രോഗം മാറി, ഞാൻ മോഡേൺ മെഡിസിനിൽ പോയിട്ട് മാറിയില്ല എന്നൊക്കെ പറയുമ്പോൾ. രണ്ടാമത് വേദന എന്നത് ഒരു വ്യക്തിയുടെ എന്താ റിലേറ്റീവാണ്. എന്താ പറയുക, ഒരു വ്യക്തിയുടെ ആനുപാതികമാണ്. ഓരോ വ്യക്തിയുടെയും വേദന സഹിക്കാനുള്ള ശേഷി, പിന്നെ മാനസികാവസ്ഥ, പിന്നെ സൈക്കോസൊമാറ്റിക് പറഞ്ഞ സാധനമുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥ കൊണ്ട് നമുക്ക് രോഗമുണ്ടെന്ന് വരുന്ന വലിയൊരു ലിസ്റ്റ് ഓഫ് ഡിസീസസ് ഉണ്ട്. സൈക്കോസൊമാറ്റിക് ഇൽനെസ് എന്ന് പറയും.
അപ്പോൾ നമ്മൾ ചിലപ്പോൾ മോഡേൺ മെഡിസിൻകാർ അല്ലെങ്കിൽ ബാക്കി പിന്നെ സിസ്റ്റമാറ്റിക്കൽ ചികിത്സകർ ആ ഭാഗം അഡ്രസ്സ് ചെയ്യാത്തതുകൊണ്ട് രോഗിയുടെ മനസ്സിനെ അഡ്രസ്സ് ചെയ്യാത്തതുകൊണ്ട് ആ ഭാഗത്ത് ഇവർ ഈ ആളുകളെ തൃപ്തിപ്പെടുത്തുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ വേദന മാറിയതായിരിക്കാം. അത് സൈക്കോസൊമാറ്റിക് ഇൽനെസ് കൂടാണ്ട് നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നത് ആളുകൾക്ക് ജീവന് അപകടം വരുന്ന ഓർഗാനിക് ഇൽനെസ് എന്ന് പറയും. സൈക്കോസൊമാറ്റിക് അല്ലാത്ത യഥാർത്ഥത്തിൽ ശരീരത്തിൻ്റെ ഒരു അവയവത്തിന് അതിൻ്റെ സ്ട്രക്ചറിന് കാര്യമായിട്ടുള്ള തകരാറ് വന്നിട്ടുള്ള അസുഖങ്ങൾ, അത് പ്രമേഹം, രക്താതിസമ്മർദ്ദം, BP, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കുട്ടിയിൽ കണ്ട മഞ്ഞപ്പിത്തം, ഇതൊക്കെ നമ്മൾ സൂചി കൊണ്ട് മാറ്റും എന്നൊക്കെ പറയുമ്പോൾ ഫിസിക്കലായിട്ടൊരു കാര്യം മാറ്റാൻ ഒരു സൂചി ശരീരത്തിൻ്റെ ഒരു മൂലക്ക് കുത്തിക്കൊണ്ട് കഴിയില്ല. അത് ഒരു യുക്തി കൊണ്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അപ്പം നമ്മൾ പഠിച്ച ഭൂമിയിലെ എല്ലാ അറിവുകളും നമ്മൾ അടിസ്ഥാനപരമായ ചില ശാസ്ത്രങ്ങളിൽ ഒതുക്കിയിട്ടിരിക്കില്ല. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ നമ്മൾ എന്തിനും നമുക്ക് അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഈ മൈക്കിൻ്റെ കെമിസ്ട്രി എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും, ഇതിൻ്റെ ഫിസിക്സ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മളെ ശബ്ദ തരംഗങ്ങൾ വൈദ്യുത തരംഗങ്ങളായി പോയിട്ട് റെക്കോർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗിക്കുന്ന പിന്നെ അതിൻ്റെ ഡയഫ്രത്തിൻ്റെ കെമിസ്ട്രി എന്താ നമുക്ക് അങ്ങനെ ഓരോന്നും അത് വെച്ചിട്ടാണ് നമ്മൾ ഭൂമിയിലെ എല്ലാ അറിവുകളും പറയേണ്ടത്. മനുഷ്യ ശരീരത്തെ പറ്റി നമ്മൾ അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. പക്ഷേ ഈ അറിവ് വെച്ചിട്ട് ഈ പറഞ്ഞ ഒരു സൂചി തുമ്പ് നമ്മളെ വിരലിൻ്റെ അറ്റത്ത് ഒരു സൂചി കുത്തിക്കൊണ്ട് എവിടെയോ കിടക്കുന്ന കരളിൽ എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് വിശ്വസിക്കുന്നിടത്ത് ഒരു സാമാന്യ യുക്തിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ശാസ്ത്രബോധം എന്ന് പറഞ്ഞൊരു വിഷയത്തിലേക്ക് നമ്മളെ ആളുകൾ എത്തിയില്ലെങ്കിൽ ഇനിയും ഒരുപാട് അപകടങ്ങൾ വരും. അപ്പോൾ 3-4 കൊല്ലം മുമ്പ് നമുക്ക് ഒരു വാക്സിൻ പ്രതിസന്ധി ഉണ്ടായി. അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു, ഇത് ഇന്ന് വാക്സിനാണ് പ്രശ്നമെങ്കിൽ നാളെ വേറൊരു പ്രശ്നമായിരിക്കാൻ വരാം, മറ്റന്നാളെ വേറൊരു പ്രശ്നമായിട്ട് വരിക്കാം. ഇന്നിപ്പോൾ ഈ അക്യുപഞ്ചർ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ഇവിടെ അവസാനിച്ചു എന്ന് വിചാരിച്ചോളി, നാളെ ചിലപ്പോൾ അടുത്ത കൊല്ലം വേറൊരു വ്യാജ ചികിത്സയുടെ കൂടെ പുറകെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സയൻസ്, ശാസ്ത്രബോധം, നമ്മുടെ യുക്തിക്ക്, സാമാന്യ യുക്തിയാണല്ലോ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ലാത്തത് എങ്ങനെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മാറി എന്ന് പറയുമ്പോൾ എന്ത് ക്രൈറ്റീരിയ വെച്ചാണ് മാറിയെന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഇപ്പോൾ എല്ലാ സംഗതികളെയും നമുക്കൊരു മെഷർമെൻറ്റ് വെച്ചാണ് അത് നന്നായി, അത് മോശമായി, വെള്ളം തിളച്ചോ എന്നുള്ളത് അതിൻ്റെ ചൂട് നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെ സാധാരണഗതിയിൽ മനുഷ്യ ശരീരത്തിലെ രോഗങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുമ്പം അത് ട്രീറ്റ് ചെയ്തിട്ട് മെച്ചപ്പെട്ടോ ഇല്ലേന്ന് അറിയാൻ നമുക്ക് എന്തെങ്കിലും ഒരു മാനദണ്ഡം വേണമല്ലോ. അങ്ങനെയാണ് ഈ ലാബ് ഇൻവെസ്റ്റിഗേഷൻസും എക്സ്റേയും മറ്റ് CTയും MRIയും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അങ്ങനെയാണ്. അങ്ങനെ എന്ത് ക്രൈറ്റീരിയ ഉപയോഗിച്ചാണ് ഇവർ രോഗം മാറിയോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് അവർക്ക് കൃത്യമായൊരു മറുപടി ഇല്ല. എന്ന് വെച്ചാൽ അവർ പറയുന്ന സംഗതി എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്. ആ എക്സ്പീരിയൻസിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അനുഭവത്തിൽ തന്നെ ഈ അടുത്ത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഉമ്മയുടെ കാല് മുറിക്കേണ്ടി വന്നു. ഷുഗർ കൂടിയിട്ട് കാല് മുറിക്കേണ്ടി വന്നു. ആ കാല് മുറിക്കുന്നതിൻ്റെ ഏതാനും ആഴ്ചകൾ മുമ്പ് വരെ ആ ഉമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്, മക്കളെ നിങ്ങൾ ഷുഗർ വരികയാണെങ്കിൽ ആരും ഇങ്ങനെ അലോപ്പതിക്കാരുടെ അടുത്തൊന്നും പോയി പെടരുത്, പിന്നെ ഹോമിയോ അലോപ്പതി അങ്ങനത്തെ ഒന്നും പോകരുത്, ഇതിൽ പോയാൽ മതി, അക്യുപഞ്ചറിന് പോയാൽ മതി, ഭയങ്കര ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ ആളാണ്. പിന്നീട് തൊട്ടടുത്ത ആഴ്ചകളിൽ കാല് മുറിക്കാൻ മാത്രം അത് ഭയങ്കരമായിട്ട് സിവിയറായിട്ട് കൂടിയിട്ട് പ്രശ്നമായിട്ടാണ് കാല് മുറിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു പേഷ്യൻറ്റിൻ്റെ എക്സ്പീരിയൻസിൻ്റെ അവസ്ഥ. ഇത് അവർക്ക് കൃത്യമായിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവില്ല. ചിലപ്പോൾ നേരത്തെ ഡോക്ടർ ഇസ്മായിൽ പറഞ്ഞ പോലെ ഒരു പ്ലാസിബോ എഫക്റ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരാൾക്ക് സൈക്കോളജിക്കലി ഭയങ്കര റിലീഫ്, മരുന്നൊന്നും ഞാനിപ്പോൾ കഴിക്കുന്നില്ല എന്നുള്ളതൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ നൽകാം. പക്ഷേ അപ്പോഴും ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായൊരളവ് എന്താണെന്ന് നമുക്കറിയില്ല. അത് ഇവർ പ്രത്യേകിച്ചും ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യരുത് എന്ന് പറയാണ്. അത് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല, എക്സ്റേ എടുത്ത് നോക്കേണ്ട ആവശ്യം, അത് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മോണിറ്ററിങ് നടക്കാതെ നമ്മളിത് മാറുന്നുണ്ടല്ലോ എന്ന് പറയുന്നതിന് പോലും അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അനുഭവങ്ങളല്ലല്ലോ, നമുക്കെല്ലാം നമ്പറിലിടാൻ പറ്റുന്ന കാലമാണ് ഇപ്പോൾ. മനുഷ്യന് ഇപ്പോൾ ഈ പ്രമേഹം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആളുകൾക്ക് പ്രമേഹം ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഇതൊരു പ്രമേഹമാണ്, ഇങ്ങനെ മനുഷ്യന് ഒരുപാട് ദാഹവും ഒരുപാട് മൂത്രം വരുന്നൊരവസ്ഥ, അത് രക്തത്തിൽ ഇന്ന സാധനം അളന്നാൽ അതിൻ്റെ തീവ്രത കൂടിയോ കുറഞ്ഞെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ബ്ലഡ് ഷുഗർ എന്നുള്ള സാധനം പണ്ടേ ഉണ്ടാകുമ്പോൾ അത് നിഷിദ്ധാക്കിയിട്ട് ആളുകൾക്ക് ഇവരുടെ പ്രമേഹം മാറിയെന്ന് തോന്നിപ്പിച്ചിട്ട് ആളുകളുടെ വൃക്ക നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കൈയും കാലും മുറിക്കേണ്ട സാഹചര്യമൊക്കെ വരുമ്പോൾ നമ്മൾ ടെസ്റ്റുകൾ നിഷിദ്ധാക്കണം ഒരാളുകളുടെ. അപ്പോൾ അതൊരു സൂത്രമല്ലേ ശരിക്കും പറഞ്ഞാൽ. ഒരു മാറുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ നമ്പറിൽ കാണിക്കാൻ കഴിയണം. അത് ഏത് ചികിത്സയാണെങ്കിലും ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്നോട് ആൾക്കാർ ചോദിക്കും, പിന്നെ പ്രഷറിന് ഹോമിയോ മരുന്ന് കുടിച്ചുകൂടെ, അല്ലെങ്കിൽ വേറെ സിസ്റ്റത്തിൽ മരുന്ന് കുടിച്ചുകൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്ത് വേണമെങ്കിൽ കഴിച്ചോളി, നിങ്ങൾ ആ സമയങ്ങളിലെ ടെസ്റ്റുകൾ ചെയ്യുക. അല്ലാണ്ട് നമ്മളൊരു ബോധ്യമല്ല. ഇപ്പോൾ ഈ പറഞ്ഞായിരിക്കും കാല് മുറിക്കുന്ന സ്ത്രീക്ക് അത് മുറിക്കുന്നതിൻ്റെ തലേന്ന് വരെ തൻ്റെ പ്രമേഹം അനിയന്ത്രിതമാണ്, അപകടത്തിലേക്ക് പോകണമെന്ന് അറിയില്ല. അത് തിട്ടപ്പെടുത്താനുള്ള സംവിധാനം ഉണ്ടാകുമ്പോൾ അത് വിലക്കുന്നവരെ നമ്മൾ വിശ്വസിക്കരുത്. ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണം, എന്നിട്ട് നമ്മുടെ രോഗം കൺട്രോളാണെന്നുള്ള ഉറപ്പ് വരുത്തണം, ഏത് സിസ്റ്റം ആണെങ്കിലും. ഇതിലേ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ബദൽ ചികിത്സ എന്നുള്ള നിലയിൽ ഇത് നടപ്പാക്കുകയും വ്യാപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനപ്പുറത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങളിൽ വരുന്ന
ഒരു മാറ്റങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ ഒന്നിനെ തീർത്തും നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഇത് മാത്രമാണ് ഒരു ആത്യന്തികവാദം ഉണ്ടല്ലോ. അതെ ആ അതെ വാദം ഉയർത്തിക്കൊണ്ടാണ് വരുന്നത്. അത് സമൂഹത്തിലുണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും അതിപ്പോൾ ഏറ്റവും പ്രചാരത്തിലുള്ള ചികിത്സാ രീതി എന്ന് പറയുന്നത് മോഡേൺ മെഡിസിനാണ്. യെസ്. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് മനുഷ്യർ അതിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പലതരത്തിലുള്ള ഡീവിയേഷൻസിനും വിധേയമാകും. അവിടെ എത്രയോ സമർപ്പിതരായ ഡോക്ടേഴ്സും ചികിത്സകരും ഉണ്ടായിരിക്കെ തന്നെ ചൂഷണം ആഗ്രഹിക്കുന്ന ആളുകളും ആ മേഖലയിൽ മുതലെടുക്കാൻ ശ്രമിക്കുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അത്തരം ചൂഷണങ്ങൾ ഏതൊരു മേഖലയിലും വളർച്ച ഭയങ്കരമായിട്ട് വ്യാപകമായിട്ടുള്ള ഏതൊരു മേഖലയിലും സംഭവിക്കുന്നത് പോലെ പുഴുക്കുത്തുകൾ മോഡേൺ മെഡിസിൻ ചികിത്സാ മേഖലയിലും ആശുപത്രി മേഖലയിലും മരുന്നുൽപാദനത്തിലൊക്കെ ഉണ്ടാവും. അതിൽ നമ്മൾ ചെയ്യേണ്ടത് അത് എന്താണോ കുഴപ്പമുള്ളത് അത് കറക്റ്റ് ചെയ്യണമല്ലോ, മുഴുവൻ തള്ളിക്കളയില്ല. അപ്പോൾ ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ ചൂഷണം നടക്കുന്നില്ല, അവിടെ മരണം നടക്കുന്നില്ല, അവരുടെ ബില്ല് എത്രയാണ്, ആശുപത്രികൾ ചൂഷണം ചെയ്യുന്നില്ലേ, ഇതൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? അതുകൊണ്ട് നിങ്ങൾ അതല്ലാത്തൊരു മേഖലയിലേക്ക് പോവുക. എന്നാൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അളവിൽ അതിനെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ എത്രയോ വലിയ ചൂഷണമാണ് നടക്കുന്നത്. കാരണം ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഏതാനും ആഴ്ചകളിൽ പഠിക്കുക മാത്രം ചെയ്ത് ഡോക്ടർമാരായി ചമയുന്ന ആളുകൾ നടത്തുന്ന ചൂഷണം വേറൊരു ഒറിജിനൽ ചൂഷണമാണ്. മറ്റേത് നമുക്കൊരു തെറ്റും ശരിയും തീരുമാനിക്കാൻ ഒരു ക്രൈറ്റീരിയെങ്കിലും അവിടെ ഉണ്ട്. എന്താണ് ക്വാളിഫിക്കേഷൻ എന്നും എന്താണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്നും. ഇപ്പോൾ ഒരു ആശുപത്രി തുടങ്ങണ ഇന്ന സ്റ്റാൻഡേർഡ്സ് വേണം, ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യണ ഇന്ന സ്റ്റാൻഡേർഡിലായിരിക്കണം. അപ്പോൾ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന ആളുകളെ നമുക്ക് കണ്ടെത്താൻ പറ്റും, തെറ്റെന്താണ് ശരിയെന്താണ്. ഇവിടെ അതിന് പോലും മാനദണ്ഡം ഇല്ലാത്ത അവസ്ഥയിൽ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആളുകൾ പൊതുവിൽ സൈഡ് എഫക്ട്സിനെ കുറിച്ച് പറയുമ്പോൾ സൈഡ് എഫക്ട്സ് ഒരു മെഡിസിൻ്റെ കൂടെ എഴുതി വെക്കുന്നത് ഒരുതരം സത്യസന്ധത കൊണ്ടാണ്. കാരണം എന്താ, ഇന്നത് കഴിക്കുമ്പോൾ ഇന്ന പ്രശ്നങ്ങളും കൂടി ഉണ്ടെന്ന് വളരെ സുതാര്യമായി അവിടെ എഴുതി വെക്കുകയാണ്. കഴിക്കുന്നവന് അറിയാൻ പറ്റുന്നുണ്ടത് എന്താണ് സൈഡ്. ഇത് എഫക്റ്റ് എന്താണെന്നും അറിയുന്നില്ല, അതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റ് എന്താണെന്നും അറിയുന്നില്ല, എവിടെയും രേഖപ്പെട്ട് കിടക്കുന്നില്ല. വളരെ വിചിത്രമായ സംഗതി, ഇത്തരം അക്യുപഞ്ചർ കേന്ദ്രങ്ങളിൽ ഞാൻ പറയുന്നത് ഈ വ്യാജ അക്യുപഞ്ചർ കേന്ദ്രങ്ങളിൽ പോകുന്ന ആളുകൾക്ക് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെൻ്റ്, നിങ്ങളുടെ അസുഖം എന്തായിരുന്നു, അതിന് നിങ്ങൾ എന്ത് ചികിത്സയാണ് ചെയ്തത് എന്നതിനെക്കുറിച്ച് അവർക്കൊരു ഡോക്യുമെൻറ്റും കിട്ടുന്നില്ല. എന്നാൽ ഇത് പരിശോധിക്കാൻ എന്തെങ്കിലും ഒരു പോലീസ് കേസ് വന്നു, ഇതുപോലെ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ ദിവസത്തെ മരണം സംഭവിച്ചു, അത് പരിശോധിക്കാൻ പോലീസ് ചെന്നാൽ അവിടെ എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഉണ്ടോ? ഇല്ല. അതൊരു ശുദ്ധ അബദ്ധമല്ലേ ആ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്ത് ചികിത്സക്കാണ് ഞാൻ വിധേയനാകുന്നത്, എൻ്റെ രോഗം എന്താണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടോ? ഇനി അതല്ല, ഞാൻ ഈ സ്ഥലം മാറി വേറൊരു അക്യുപഞ്ചറിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പം ഇയാൾക്ക് ഈ ഒരു എന്തോ ഞാൻ കാണിക്കണമല്ലോ, ഇന്ന ചികിത്സ എടുത്തു, അതിനെന്താണുള്ളത്? അതൊന്നുമില്ല. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡൈസേഷനും വിധേയമല്ലാത്തൊരു സംഗതിയിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് മോഡേൺ മെഡിസിൻ്റെ കുറിച്ചുള്ള പ്രചാരണങ്ങളെ ആസ്വദിച്ചുകൊണ്ടാണ് അവരിത് നടത്തുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. അതിൽ ചൂഷണങ്ങളുണ്ട്, അത് കറക്റ്റ് ചെയ്യപ്പെടണം. അണത്തിക്കലായിട്ടുള്ള പ്രാക്ടീസസ് ഉണ്ട്, അത് തടയപ്പെടണം. അതിനൊക്കെ രേഖകളും കൗൺസിലും റിസ്ട്രിക്ഷൻസും എല്ലാം ഉണ്ടല്ലോ, നിയമങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഡോക്ടർ ഇസ്മായിൽ? ഞാൻ പറയുന്നത് നിയമങ്ങൾ ശരിയല്ലേ? വളരെ കർശനം. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഇപ്പോൾ 2 മാസം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു വയറ് കൂടുതലാന്ന് പറഞ്ഞിട്ട് ഒരു ലേഡിക്ക് ലിപ്പോസക്ഷൻ എന്ന് പറയും, വയറ്റിലെ ഫാറ്റ് വലിച്ചെടുക്കുന്ന സർജറി ചെയ്തിട്ട് അവരുടെ 9 വിരലുകളാണ് നഷ്ടപ്പെട്ടത്. ഒറ്റ ആഴ്ച കൊണ്ട് DMO എൻക്വയറി ചെയ്ത് റിപ്പോർട്ട് ഇട്ടു. അപ്പോൾ മോഡേൺ മെഡിസിനെ നിയന്ത്രിക്കാനുള്ള സിസ്റ്റം അത്രയും എഫിഷ്യൻ്റാണ്. ഇവിടെ 3 ആൾക്കാർ കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ മരിച്ചിട്ട് പോലും ഈ അക്യുപഞ്ചറിനെതിരെ ഒരു പ്രോപ്പർ റിപ്പോർട്ട്, ഒരു എൻക്വയറി പോലും ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഈ സിസ്റ്റത്തിന് ഇപ്പോൾ മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ നമ്മുടെ കൗൺസിലുകളുള്ള സംവിധാനങ്ങളൊക്കെ സർക്കാർ വളരെ എഫിഷ്യൻ്റ് ആകുമ്പോൾ വ്യാജന്മാരെ നിയന്ത്രിക്കാൻ യാതൊരു നിയമവും ഇല്ല. അല്ല, ഇതിപ്പോൾ മറ്റേ അക്യുപഞ്ചർ പോലും നമ്മൾ പറയുന്നത് അതിനെ നിരാകരിക്കണമെന്നല്ല. ഇപ്പോൾ ഹോമിയോ ഇവിടെ നിലനിൽക്കുന്നുണ്ട്, ആയുർവേദം നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഗവൺമെൻറ് റെഗുലറൈസ്ഡ് ബോഡിയിലൂടെ അവരതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് മോണിറ്റർ ചെയ്ത് അവർക്ക് മെഡിക്കൽ കോളേജസ് ഉണ്ടല്ലോ, ഹോമിയോപ്പതി മെഡിക്കൽ കോളേജസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ലോകത്തും സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള അക്യുപഞ്ചർ ചികിത്സകളുണ്ട്, അത് നടക്കുന്നുണ്ട്. WHO അവരുടെ ഇൻസ്ട്രക്ഷൻസ് അതിനെക്കുറിച്ചുണ്ട്. പക്ഷെ അവിടെ ഒന്നും കാണാത്ത വിചിത്രമായ സംഗതികളാണ് ഇവർ ആചരിക്കുന്നത്. അതിലൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്, എക്സ്റേ എടുക്കാം, ലാബ് ടെസ്റ്റുകളുണ്ട്, അതിനൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. കോഴ്സസ് ഉണ്ട് സ്റ്റാൻഡേർഡൈസ്ഡ് 3-4 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് അക്യുപഞ്ചറിനെയും പൂർണ്ണമായി നിരാകരിക്കണം എന്നല്ല, അതൊരു സിസ്റ്റമായി അംഗീകരിക്കുന്നവർ അതിൻ്റെ സ്റ്റാൻഡേർഡൈസ്ഡ് രൂപങ്ങളിലേക്ക് മാറുക, അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുക. അത് ഒന്നാമത്തെ പ്രതി ഗവൺമെൻറ് ആണെന്നാണ് ഞാൻ പറയുന്നത്. ഗവൺമെൻറ് ഇതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാനുള്ള ഒരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ വ്യാജന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചാകരയാണ് അവിടെ എന്നുള്ളതാണ്. അല്ല, ഈ ഇടയ്ക്ക് മറ്റേ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറഞ്ഞാൽ കോടതി ഇതിന് ഒരു കേസ് വരികയും ആ കേസിൽ കോടതി അക്യുപഞ്ചർ ഇവിടെ നടപ്പാക്കേണ്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുകൂലമായി വിധി കിട്ടി എന്നൊക്കെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താ? അതെ, ഇതിൽ ഇവർ പിടിച്ചു നിൽക്കുന്ന തന്നെ ഈ പറഞ്ഞായിരിക്കും, ഒന്ന് കൗൺസിലില്ല. ഒരു ഗെയിമാണ്, ഇങ്ങനെ സെറ്റ് ഓഫ് റൂൾസ് വേണം. പന്ത് കളിക്കണമെങ്കിൽ പന്ത് കളി റൂൾസ് കളിച്ചാലേ പന്ത് കളിയാവുള്ളൂ. അതേമാതിരി ഹോമിയോക്കും മോഡേൺ മെഡിസിനും ആയുർവേദത്തിനൊക്കെ
കേരളത്തിൽ ഡിഫൈൻ റൂൾസും കൗൺസിലും ഉണ്ട്. ഇവിടെ ഒറിജിനൽ അക്യുപഞ്ചറായ കാലങ്ങളായിട്ട് കേരളത്തിൽ ഇന്ത്യയിൽ മുഴുവൻ ആവശ്യപ്പെടുന്ന ഇന്ത്യ മുഴുവൻ അവർക്ക് കൗൺസിൽ വരണമെന്നാണ്. ഇത് ശരിക്കും പഠിച്ച മനുഷ്യന്മാരുണ്ട്. അവരാണ് ഇവരുടെ ഏറ്റവും വലിയ ഇവരുടെ ഒരു ഇരകളായി വരുന്ന ആൾക്കാർ. അവരതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടുണ്ട്. അത് നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാളിലും മഹാരാഷ്ട്രയിലും മാത്രമേ ഇവർക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലുകളുള്ളൂ. ബാക്കി കേരളത്തിൽ കൗൺസിലുണ്ട്, അവർ ശ്രമിക്കുന്നുണ്ട്, ദേശീയ തലത്തിൽ ശ്രമിക്കുന്നുണ്ട്, അത് വരുന്നില്ല. വരാത്തതുകൊണ്ട് ആ ഒരു ലൂപ്പോളിലൂടെയാണ് ഇവർ അക്യുപങ്ചറൊന്നും അല്ലാത്തൊരു ചികിത്സക്ക് ഇവർ അക്യുപങ്ചർ എന്ന് പേരിട്ട് എടുക്കാൻ തന്നെ കാരണം അതാണ്. കാരണം ഇത് അക്യുപങ്ചർ അല്ല എന്ന് പറയാനുള്ളൊരു നിയമം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് എത്ര കാലം വേണമെങ്കിലും ഈ പേര് ഉപയോഗിച്ച് നടക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ സൂത്രം. പിന്നെ കോടതി ഈ പറഞ്ഞപ്പോൾ മിഞ്ഞാന്നത്തെ ചാനൽ ചർച്ചയിലും ഈ പറഞ്ഞ കോടതി വിധിനെ പറ്റി അവർ പറഞ്ഞിരുന്നു. പിന്നെ അപ്പോൾ ഇതെന്താ നിയമം ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് പറഞ്ഞവർക്ക് കോടതിൻ്റെ അനുവാദം ഇവർക്കുണ്ടെന്നാണ്. കോടതി ശരിക്കും ഒരു പരാമർശം നടത്തിയത് ഒരു വിധിയൊന്നും നടത്തിയിട്ടില്ല. അതിൽ പറഞ്ഞിരിക്കുന്നത് അഡിക്വേറ്റ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പിന്നെ ഈ പ്രാക്ടീസ് തുടരാൻ നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കണം കൗൺസിൽ വരുന്നത് വരെ. അപ്പോൾ ആഡിക്വേറ്റ് എക്സ്പീരിയൻസ് 2003 വാജ്പേയി സർക്കാരിൻ്റെ കാലത്തും ഇങ്ങനത്തെ ഒരു ഉത്തരവ് പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. ആഡിക്വേറ്റ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാം. ആഡിക്വേറ്റ് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഇതുവരെ ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഒരുത്തൻ പറയാണ് 3 മാസം കോഴ്സ് കഴിഞ്ഞ ഒരുത്തൻ പറയാണ് എൻ്റെ ഇത് ആഡിക്വേറ്റ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ കോടതി പോകുമ്പോൾ കോടതിക്ക് അതല്ല എന്ന് പറയണമെങ്കിൽ റെഫർ ചെയ്യാനുള്ളൊരു വാല്യൂ ഇല്ല. കോടതിയുള്ള എക്സിസ്റ്റിംഗ് നിയമം വെച്ചിട്ടാണ് വിധി പറയേണ്ടത്. അതേമാതിരി തന്നെ നജീബ് സാഹിബ് പറഞ്ഞ നേരത്തെ ആ വിഷയം ഇവരൊരു പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒരാൾ ഞാൻ വ്യാജ അക്യൂ ചികിത്സയാണ് എൻ്റെ അടുത്ത് പ്രമേഹമായിട്ട് വരികയാണെങ്കിൽ ഞാൻ എഴുതി വയ്ക്കുകയാണ്, പ്രമേഹമാണ്, ഇത്ര കൊല്ലം ഇൻസുലിൻ എടുത്തു, എൻ്റെ ചികിത്സ പ്രമേഹം നിർത്തുക, പിന്നെ ഇൻസുലിൻ നിർത്തുക, അക്യുപ്രഷർ ചികിത്സ ആഴ്ചയിൽ 3 ദിവസം ചെയ്യുക എന്ന് ഒരു കുറിപ്പ് കൊടുക്കാത്തതുകൊണ്ട് കോടതി പോയാൽ ഇവർക്കെതിരെ ഡോക്യുമെൻ്റ് ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ പ്രമേഹം വഷളാക്കിയത് ഇയാളെന്ന് പറഞ്ഞാൽ ഇയാൾക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ കോടതി നിങ്ങൾക്ക് അയാൾക്ക് പോയി ചികിത്സിച്ചിന് ഡോക്യുമെൻ്റ് എന്ന് വെച്ചാൽ ഡോക്യുമെൻ്റ് ഇല്ല. ഇങ്ങനത്തെ കുറേ നിയമങ്ങളുടെ ലൂപ്പോളിലൂടെ സർക്കാരിൻ്റെ അനാസ്ഥകളിലൂടെ പിന്നെ ഈ പ്രിസ്ക്രിപ്ഷനില്ലാതെ ഇങ്ങനെയൊക്കെയാണ് ഇവർ വഴുതി മാറി കളിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അവസാനം കാണേണ്ടത് സർക്കാരാണ്. ഇവിടെയൊക്കെ ഓരോ സ്റ്റെപ്പ് ബ്രേക്ക് ഇടേണ്ടത് സർക്കാരാണ്. അത് ചെയ്യുന്നില്ല എന്നുള്ളിടത്തും അതായത് സർക്കാർ ചെയ്യില്ല, അടുത്താലും ചെയ്യില്ല എന്നുള്ള ഉറപ്പിലാണ് ഈ സംവിധാനം ഇങ്ങനെ മുന്നോട്ട് തുടർന്ന് പോകുന്നത്. നിങ്ങൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഒരു സിസ്റ്റം മാത്രമാണ് ആത്യന്തികമായിട്ട് നല്ലതെന്ന് എങ്ങനെയാണ് പറയാന്നുള്ളത്. അപ്പോൾ നമ്മൾ മോഡേൺ മെഡിസിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ന്യായം എന്ന നിലക്ക് പറയാൻ ശ്രമിക്കുകയാണ്. സയൻസ് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു കെമിസ്ട്രി ഉള്ളൂ, ഒരു ഫിസിക്സ് ഉള്ളൂ അല്ലേ. ഇപ്പോൾ ഹൈഡ്രജന് പറഞ്ഞാൽ ആറ്റമിക് നമ്പർ 1 അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് 1. അതിപ്പോൾ വേറൊരുത്തൻ പറയുക ഇന്ത്യൻ ഫിസിക്സ് പ്രകാരം അത് 2 പറഞ്ഞാൽ അങ്ങനെ ഇല്ല. അങ്ങനെയാണ് മോഡേൺ മെഡിസിൻ, ഈ മോഡേൺ സയൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സംവിധാനങ്ങൾ കെട്ടിപ്പടുത്തിരിക്കുന്നത്. അപ്പോൾ ആയുർവേദത്തിൽ ഒരു മരുന്ന് എഫക്റ്റീവാണെന്ന് കാണുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താ പറയുക ജാതിക്ക, അത് നല്ല വയറ്റുനോക്കുണ്ടെങ്കിൽ കഴിച്ചാൽ പിന്നെ വയറ്റുനോക്ക് മാറും എന്നുള്ളൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പക്ഷേ അത് മോഡേൺ മെഡിസിനാകുമ്പോൾ എന്താ ചെയ്യുക, ജാതിക്കനെ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് ആയിരക്കണക്കിന് ആൽക്കലോയിഡുകളുണ്ടാവും, രാസവസ്തുക്കളുണ്ടാവും. അതിൽ ഏതൊരു ആൽക്കലോയിഡാണ് നമ്മുടെ ഈ പറഞ്ഞ വയറ്റുനോക്കിന് കുറവെന്ന് വെച്ചാൽ വയറിളക്കത്തിന് പിന്നെ ഫലം കിട്ടുന്ന വെച്ചാൽ അത് വേർതിരിച്ചിട്ട് അത് മാസ് സ്കെയിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിൽ എത്തിക്കുന്നതാണ് മോഡേൺ മെഡിസിൻ്റെ രീതി. അതായത് എന്താണ് ഒരു മനുഷ്യാനുഭവത്തിൽ അത് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എഫക്റ്റീവ് ആണെന്നോ കാണുന്നത്, അതിനെ നമ്മൾ പിന്നെ പഠന വിധേയമാക്കി ഹാമില്ല എന്നൊക്കെ നോക്കിയതിനു ശേഷം അങ്ങനെയാണ് മോഡേൺ മെഡിസിനായി മാറുന്നത്. അപ്പോൾ ഈ ആത്യന്തികത അവകാശപ്പെടാൻ ഇത്തരം കുറേ ഘട്ടങ്ങൾ സയൻസിൻ്റെതായ എല്ലാ സയൻസിനും ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒക്കെ ഉള്ള ക്വാളിറ്റി എന്താണോ അതന്നെയാണ് മോഡേൺ മെഡിസിനുള്ളതെന്നാണ് മോഡേൺ മെഡിസിൻ്റെ വക്താക്കളെ നമ്മൾ പറയുന്നത്. എന്നാൽ പോലും നമ്മുടെ ഒരു നിലപാട് സർക്കാർ കൊടുത്ത ഡിഗ്രി, യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്ന ഡിഗ്രി സർക്കാർ അംഗീകരിച്ച സിസ്റ്റങ്ങൾ അതിനൊരു ആദരവോടെ നമ്മൾ കാണണം. അവരോടുള്ള വിയോജിപ്പുകൾ ഒരു അക്കാഡമിക തലത്തിൽ മാന്യമായ രീതിയിലായിരിക്കണം ചർച്ച ചെയ്ത് തീർക്കേണ്ടത്. അവർക്ക് കൊടുക്കേണ്ട ഒരു ഡ്യൂ റെസ്പെക്റ്റ് കൊടുക്കണം സർക്കാർ അവർ അംഗീകരിക്കുന്നിടത്തോളം കാലം. അതായത് വിയോജിപ്പുകൾ നമുക്ക് ആവാം, ചർച്ചകൾ മാന്യമായ രീതിയിലാവും. പക്ഷേ ഇത് ഒറിജിനൽ വ്യാജനാണ്, ആളുകളെ വഞ്ചിക്കുകയാണ്. അപ്പോൾ ഇതിന് നമ്മൾ എല്ലാവരും സമൂഹം, സിസ്റ്റം, സർക്കാരെല്ലാം ഒരു വര വരച്ച് വരെ വേർതിരിച്ചില്ലെങ്കിൽ ഒരുപാട് ജീവനുകളോട് നഷ്ടപ്പെടും. ഇതിനെ ഈ ആത്യന്തികവാദമായിട്ട് കൂട്ടിക്കെട്ടി ഇവരെ കഴിച്ചുവിടാൻ പാടില്ല എന്നുള്ള നിലപാടിലേക്ക് നമ്മൾ എത്തണം എന്നാണ് തോന്നുന്നത്. ഇന്ത്യൻ മെഡിക്കൽ സിനാരിയോ അല്ലേ, ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ അയാൾക്ക് അലോപ്പതിയെ അല്ലെങ്കിൽ മോഡേൺ മെഡിസിനെ സമീപിക്കാം, അയാൾക്ക് ഹോമിയോപ്പതിയെ സമീപിക്കാം, അയാൾക്ക് ആയുർവേദത്തെയോ അല്ലെങ്കിൽ പിന്നെ യുനാനിയോ ഒക്കെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. നിയമപരമായ ഇതിനൊരു ഘടനയുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ പോകുന്ന മനുഷ്യൻ 1-2 ചോദ്യങ്ങൾ ഉള്ളിൽ ചോദിക്കണ്ടേ. ഉള്ളിൽ ചോദിക്കുന്നത് ഇയാൾ ഡോക്ടറാണോ, ഒന്നാമത്തെ ചോദ്യം. ഇയാൾക്ക് എന്ത് ക്വാളിഫിക്കേഷനാണുള്ളത്, എന്നെ ചികിത്സിക്കാനുള്ള അധികാരമുണ്ടോ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തായിരിക്കും, ആരാണ് സമാധാനം പറയുക. ഇത്തരം ഒരു ഫണ്ടമെൻ്റലായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ സ്വയം ചോദിച്ചതിന് ശേഷമാണല്ലോ എൻ്റെ ശരീരവും എൻ്റെ ജീവനും ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടത്. അത് ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അക്യുപഞ്ചറിൻ്റെ കാര്യത്തിൽ ഒരാൾക്ക് അക്യുപഞ്ചർ എന്ന് പറയുന്ന രീതി സ്വീകരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈനയിലൊക്കെ വളരെ പ്രശസ്തമായ ഒരു ചികിത്സാ രീതി തന്നെയാണത്. അത് സ്വീകരിക്കാം. പക്ഷെ അത് സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഏത് അക്യുപഞ്ചറിസ്റ്റിനാണ് പോകുന്നത്, അയാളോട് ഈ ചോദ്യങ്ങൾ ചോദിക്കണം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, നിങ്ങൾ എന്താണ് പഠിച്ചത്,
നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ ആര് തന്നതാണ്, നിങ്ങൾ ഏത് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ അനുസരിച്ചാണ് നമ്മൾ ചികിത്സിക്കാൻ പോകുന്നത്. ഈ ഫണ്ടമെൻ്റൽ ചോദ്യം അവരോട് ചോദിച്ചാൽ തന്നെ മതി. അയാൾക്കിപ്പോൾ കേരളത്തിൽ കൗൺസിൽ ഇല്ലെങ്കിലും വെസ്റ്റ് ബംഗാളിലെ കൗൺസിൽ രജിസ്റ്റർ ചെയ്ത തെളിവെന്നെങ്കിലും അയാൾക്ക് ഉണ്ടാവണമല്ലോ. അത് എന്തുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തതെന്ന് ചോദിച്ചാൽ മിക്കവാറും ഞാൻ വിചാരിക്കുന്നത് അവർക്ക് ആ ക്വാളിഫിക്കേഷൻ, ബേസിക് ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ചോദ്യം പോലും ചോദിക്കാതെ നമ്മുടെ ജീവിതവും ജീവനും ഒരുതരം വിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇയാൾക്ക് ഇന്ന് അനുഭവം ഉണ്ടായി. ഈ അനുഭവ സാക്ഷ്യത്തിന് ഒരു അതിരുണ്ടോ? ആർക്ക് എന്തും അനുഭവ സാക്ഷിയായിട്ട് വിളിച്ച് പറഞ്ഞൂടെ? അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്തിനൊക്കെ അംഗീകരിക്കേണ്ടി വരും? അവിടെയാണ് പ്രശ്നം. അപ്പം നമ്മൾ അക്യൂപഞ്ചറിനെതിരായിട്ടല്ല സംസാരിക്കുന്നത്. അക്യൂപഞ്ചറിൻ്റെ പേരിൽ നടക്കുന്ന ഇവിടെയുള്ള ഈ വ്യാജ എന്താ പറയുക, ചികിത്സാ പരിശോധന, മരുന്നെഴുത്ത് രീതികളോടാണ് നമ്മൾ ഇതിൽ വിയോജിക്കുന്നത്. തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സാമൂഹ്യപരമായിട്ടൊരു പ്രതിസന്ധിയും കൂടെ നിലനിൽക്കുന്ന വെച്ചാൽ, ഇപ്പോൾ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇതിനൊരു മതവുമായൊക്കെ ബന്ധപ്പെടുത്തി കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവരുടെ ഒരു പ്രചരണമൊക്കെ നടക്കുന്നത്. ഒരു തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റീൻ്റെ ഒരു വിശ്വാസത്തെ വെച്ചുകൊണ്ട് അതിലേക്ക് കൂടുതൽ ഇറങ്ങിക്കൊണ്ട് ഇപ്പോൾ അതിൻ്റെ വാദം ഏത് വരെ എത്തുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വീടുകളിലെ പ്രസവം അത്തരം സാധനങ്ങളിലേക്കൊക്കെയാണ് ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതുണ്ടാക്കുന്നൊരു സാമൂഹ്യപരമായിട്ടുള്ളൊരു പ്രശ്നം കൂടി ഇല്ലേ? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. കഴിഞ്ഞ ദിവസം ആ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു ചാനലിൽ നടന്ന ചർച്ചയിൽ ഇതിൻ്റെ മുഖ്യ പ്രചാരകൻ പങ്കെടുത്ത് സംസാരിക്കുന്നത്, ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അതെ 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 മരണം എന്ന് പറയുന്നത് ആർക്കും മാറ്റാൻ കഴിയില്ല. നിങ്ങൾ പറയൂ, ഏതെങ്കിലും ചികിത്സാ രീതി മരണത്തെ മാറ്റിത്തരാമെന്ന് അവകാശപ്പെടുന്നുണ്ടോ? അത് കേൾക്കുന്ന ആൾ ഞെട്ടിപ്പോവും. കാരണം എന്താണെന്ന് വെച്ചാൽ ശരിയാണല്ലോ ഇയാൾ പറയുന്നത്. മരണം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചൊരു സംഗതി ആയതുകൊണ്ട് ആർക്കും മാറ്റാൻ പറ്റില്ല. ആലോചിച്ച് കഴിഞ്ഞാൽ അലോപ്പതിയോ ഹോമിയോപ്പതിയോ ആരും അവകാശപ്പെടുന്നില്ല മരണം മാറ്റാൻ. ലോകത്ത് ഒരാളും അവകാശപ്പെടുന്നില്ല. ആ വെല്ലുവിളി തന്നെ തെറ്റാണ്. മരണം മാറ്റാമെന്നല്ല അവകാശപ്പെടുന്നത്. ഒരാൾ മരിക്കുമ്പോൾ വേറൊരാൾക്ക് അതിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരിക്കൽ കുറേ സഹാബിമാർ വന്നിട്ടൊരു സംഭവം റിപ്പോർട്ട് ചെയ്യാണ്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു മനുഷ്യന് യാത്രക്കിടയിൽ, ഇത് സഹീഹ ഹദീസാണ്, ഒരു യാത്രക്കിടയിൽ അയാൾക്ക് കല്ല് തട്ടി വീണ് തലക്കൊരു പരിക്കേറ്റു. അയാൾക്ക് ഉറക്കത്തിൽ, അതിന് ശേഷം ഉണ്ടായ ഉറക്കത്തിൽ സ്വപ്നസ്ഖലനം സംഭവിച്ചു. അപ്പോൾ സ്വപ്നസ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അയാൾ കുളിക്കണം, ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് കുളിക്കണം. അപ്പോൾ അദ്ദേഹം ചുറ്റുമുള്ള ആളുകളോട്, സഹാബിമാരോട് ചോദിച്ചു, നമ്മൾ കുളിക്കണമെന്ന് ചോദിച്ചു. എനിക്ക് ഇളവുണ്ടോ, തൈമം ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പോരാ, കുളിക്കണം. അയാളങ്ങനെ കുളിച്ചു. ഭയങ്കര തണുപ്പുള്ള സീസണായിരുന്നു. അയാൾ മരിച്ചുപോയി. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രവാചകൻ പറയുന്നത് എന്താ? ഖതലൂഹു എന്നാണ്. നിങ്ങൾ അദ്ദേഹത്തെ കൊന്നു എന്നാണ് പറയുന്നത്. അയാളെ കൊന്നു എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ ചോദിച്ചുകൂടായിരുന്നോ എന്ന് പ്രവാചകൻ ചോദിക്കുക. ആ ഹദീസ് തന്നെ പറയാം, നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യമാണെങ്കിൽ അന്വേഷിച്ചുകൂടായിരുന്നോ എന്നതാണ്. അതായത് ഒരാളുടെ ജീവിതത്തിൽ നമ്മൾ അറിവില്ലാതെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അഡ്വൈസ് കൊടുക്കുകയും അയാൾ മരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അയാൾക്കുണ്ട്, ഇല്ലേ? അറിവില്ലെങ്കിൽ പഠിക്കണം. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. മനുഷ്യ ശരീരത്തെക്കുറിച്ച് അറിയില്ല, മരുന്നുകളെക്കുറിച്ച് അറിയില്ല, അതിൻ്റെ പരിണിതികളെക്കുറിച്ച് അറിയില്ല, പക്ഷേ അവർ ചികിത്സിക്കുകയാണ്. ചികിത്സ എന്ന് പറയുന്ന ഒരു അഡ്വൈസ് ആണല്ലോ. അതെ അങ്ങനെ കൊടുത്തിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റി അയാൾക്കുണ്ട്. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് കുതറി മാറാൻ ഇസ്ലാമിൻ്റെ ഒരു തത്വത്തെ അവർ ദുരുപയോഗം ചെയ്യാണ് സത്യത്തിൽ. ഈ മരിച്ച ആളെ സംബന്ധിച്ചിടത്തോളം, അയാളെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, മരണം എന്നുള്ളത് അള്ളാഹു നിശ്ചയിച്ചതാണ്, ആർക്കും മാറ്റാൻ പറ്റില്ല. പക്ഷേ കൊന്ന മനുഷ്യൻ്റെ ന്യായമാവാൻ പാടില്ല. അത് പാടുണ്ടോ? ഇല്ല, ഒരിക്കലും പാടില്ല. കൊല്ലുന്ന ആൾ, ഒരാൾ എ എന്ന് പറയുന്ന ഒരാൾ ബി എ കൊന്നിട്ട് പറയാണ് മരണം എന്താ പറയുക സുനിശ്ചിതമാണ്, അതുകൊണ്ട് ഞാൻ കൊന്നത് പ്രശ്നമില്ല എന്നൊരു കോടതിയിലും, ലോകത്ത് ഒരു കോടതി അങ്ങനെ വിധിക്കില്ല. അവിടെ അയാളുടെ മരണത്തിന് കാരണമായത് ഇദ്ദേഹമാണെങ്കിൽ ആ മോറൽ റെസ്പോൺസിബിലിറ്റി ഇയാൾ ഏറ്റെടുത്തേ മതിയാവുള്ളൂ. ഇത് ചികിത്സാ രംഗത്തും ബാധകമാണ്. എന്തുകൊണ്ട് പിന്നെ അലോപ്പതിയിൽ മരിക്കുന്നില്ല? അതാണ് വേറൊരു ചോദ്യം. അലോപ്പതിയിൽ മരിക്കുന്നില്ലേ, ഹോമിയോപ്പതിയിൽ മരിക്കുന്നില്ലേ, ആയുർവേദ ചികിത്സയിൽ മരിക്കുന്നില്ലേ? എന്താണ് നമ്മളെ മാത്രം പറയുന്നത്? ഒരാൾ ചികിത്സിക്കാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും നേടിയെടുക്കുകയും ആത്മാർത്ഥമായി ചികിത്സിക്കുകയും ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അയാളുടെ പരിധിക്കപ്പുറമാണ്. ഇവിടെ ചെയ്യുന്നത് അതല്ല. ചികിത്സിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാതെ, യഥാർത്ഥ പഠനങ്ങൾ നടത്താതെ, അതിനുള്ള യോഗ്യത നേടാതെ, അർഹതയില്ലാത്ത ഒരാൾ ചികിത്സിക്കുകയും ആ ചികിത്സ നേരത്തെ ഹദീസിൽ നമ്മൾ കണ്ടതുപോലെ മരണകാരണമാവുകയും ചെയ്താൽ അതിൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റി ഇയാൾക്കുണ്ട്, അല്ലേ? അതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മതത്തിൻ്റെ തത്വങ്ങളെ ദുരുപയോഗം ചെയ്യുകയും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രചാരണങ്ങൾ നടത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയുമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ഈ കഴിയുന്നത്. മഞ്ഞപ്പിത്തത്തിൽ തന്നെ 65 ആൾക്കാർ മോഡേൺ മെഡിസിനിൽ മരിച്ചില്ലേ, പിന്നെ ഞങ്ങളടുത്ത് മരിച്ച ഒരു കുട്ടി മാത്രമാണുള്ള പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വലിയൊരു ചോദ്യമാണ് കേൾക്കുന്ന. ഇങ്ങനത്തെ ചോദ്യങ്ങളിലാണ് ആൾക്കാർ വീഴുന്നത്. മോഡേൺ മെഡിസിനിൽ എത്രങ്ങാനും ആൾക്കാർ മരിക്കുന്നത്, എത്രങ്ങാനും ആൾക്കാരെ ചൂഷണം ചെയ്യുന്നുള്ളത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട്
മലബാറിൽ മഞ്ഞപ്പിത്തം വ്യാപകമാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് മഞ്ഞപ്പിത്തം വരുന്നുണ്ട്, പോകുന്നുണ്ട്. അതിൽ ഒരു 98% ആൾക്കാരും മോഡേൺ മെഡിസിനായിരിക്കും ആശ്രയിച്ചിട്ടുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ആ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളിലാണ് ഈ 65 ആൾക്കാർ മരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതും ഇവർ ചികിത്സിക്കുന്ന 100 ആളിൽ ഒരാൾ മരിക്കുന്നതും അതും പ്രോപ്പറായിട്ട് വേറെ വഴികളുണ്ടായിരിക്കും അത് തേടാതെ മരിക്കണം തമ്മിൽ താരതമ്യം ചെയ്യുന്നത് ഭയങ്കര മണ്ടത്തരാണ്. രണ്ടാമതൊന്ന് ഈ മരിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും കുറേ ആൾക്കാർ മരിച്ചതിൽ കുറേ ആൾക്കാർ സ്റ്റാറ്റിസ്റ്റിക്കലി തന്നെ ഇവർ വേറെ ചികിത്സകൾ ശാസ്ത്രീയമല്ലാത്ത ചികിത്സകളുണ്ട്. ചില പിന്നെ പച്ചമരുന്ന് വിഴുങ്ങുക എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിച്ച് ടെർമിനലാകുമ്പോൾ മരിക്കാൻ വേണ്ടി മോഡേൺ മെഡിസിനിലേക്കാണ് വരിക. അല്ലാണ്ട് വരെ മരിക്കാൻ പോണ ഒരാൾ ഒരു ഹോമിയോ ആശുപത്രിയിലോ അല്ലെങ്കിൽ ഒരു ആയുർവേദ ആശുപത്രിയിലോ പോയി കിടക്കില്ല. അപ്പോൾ ഇതെല്ലാം കൂടി എവിടെയെങ്കിലും വീട്ടിൽ മൈൻഡാക്കാതെ ഇട്ടിട്ടോ അല്ലെങ്കിൽ ചികിത്സ എടുക്കുന്ന ശരിയാവാതെ വന്ന് അവസാനം ഇവിടെ വന്ന് മരിച്ചതെല്ലാം മോഡേൺ മെഡിസിൻകാരുടെ കണക്കിൽ എഴുതുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അത്. പിന്നെ വേറൊന്ന് യഥാർത്ഥ അക്യുപങ്ക്ചർ പറഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞതിൻ്റെ ആയിട്ട് അവർക്ക് പിന്നെ മോഡേൺ മെഡിസിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അക്കാഡമിക പബ്ലിക്കേഷനുള്ളത് ഈ ഒറിജിനൽ അക്യുപങ്ക്ചറിനാണ്. ഇത് ട്രഡീഷണൽ ചൈനീസ് മെഡിസിനാണ്. ചൈന അവരുടെ പാരമ്പര്യ ചികിത്സയാണ്. നമുക്ക് ആയുർവേദം ഉള്ള പോലെ അവരുടെ ട്രഡീഷണൽ മെഡിസിൻ ആയതുകൊണ്ട് TCM അവർ ഏറ്റവും കൂടുതൽ പബ്ലിക്കേഷൻസിന് വേണ്ടി ചെയ്ത് അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ലോകതലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മോഡേൺ മെഡിസിൻ കഴിഞ്ഞാൽ ഒരു അക്കാഡമിക് ക്വാളിറ്റി കണ്ടൻറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ കുറേ ഡിഫറൻസ് ഉണ്ടാവും. അക്യുപങ്ക്ചറാണ് നിൽക്കുന്നത്. പക്ഷേ അതിൽ തന്നെ WHO അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് 4ആയിട്ട്. അക്യുപങ്ക്ചർ ഡെഫിനറ്റായിട്ടും രോഗം മാറ്റുമെന്ന് ഉറപ്പുള്ള കുറച്ച് സാഹചര്യങ്ങൾ WHO സൈറ്റിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത് അക്യുപങ്ക്ചറിന് മാറ്റാൻ പറ്റുമെന്ന് അവകാശപ്പെടുന്നതിന് കൂടുതൽ പഠനങ്ങൾ വേണം. പിന്നെ നാലാമതും വരുന്ന ഒരിക്കലും അക്യുപങ്ക്ചർ ട്രൈ ചെയ്യരുത്, അത് അക്യുപങ്ക്ചർ ഒരിക്കലും ഫലിക്കില്ല എന്ന് ഉറപ്പുള്ള രോഗങ്ങൾ. അപ്പോൾ ഇതിൽ ഫലമുണ്ടെന്ന് ഉറപ്പുള്ള രോഗങ്ങളിൽ പെട്ടതാണ് നമ്മുടെ വേദനകളൊക്കെ. നമ്മൾ സാധാരണ പെയിൻ മാനേജ്മെൻറ്റിന് അക്യുപങ്ക്ചർ അതിൻ്റെ കുറച്ച് സയൻറ്റിഫിക്കലി ശരിക്കുള്ള അക്യുപങ്ക്ചർ ഇതല്ല യഥാർത്ഥ അക്യുപങ്ക്ചർ ഉണ്ട്. അപ്പോൾ അതിൽ പെയിൻ മാനേജ്മെൻറ്റിലാണ് ഇത് എഫക്റ്റീവ് ആണെന്ന് പറയുന്നത്. പിന്നെ ഒരിക്കലും ട്രൈ ചെയ്തതെന്ന് പറഞ്ഞ രോഗങ്ങളാണ് പ്രമേഹമൊക്കെ. അക്യുപങ്ക്ചർ ചികിത്സ ഒരിക്കലും ട്രൈ ചെയ്ത് ഫലപ്രദമല്ല എന്നുള്ളതാണ് ഇൻസുലിൻ ഉപയോഗിക്കുന്ന പ്രമേഹത്തിനെ പറ്റി ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇവർ ഞങ്ങളെ ഒരു സൂചി കൊണ്ട് മാറ്റി കൊടുക്കുന്നത്, പ്രമേഹത്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാണ്ട് ചില ഡോക്ടർമാർക്ക് തന്നെ വിശ്വാസമാണ് മൊത്തം അക്യുപങ്ക്ചർ അന്ധവിശ്വാസമാണ്. അങ്ങനെയല്ല, WHO അംഗീകരിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ യുക്തി കൊണ്ട് നമുക്ക് അതിൽ വേദന മാറ്റുന്ന സിസ്റ്റം അല്ല രീതികളൊക്കെ നമുക്ക് വിശദീകരിക്കാനും പറ്റും എങ്ങനെയാണ് അക്യുപങ്ക്ചറിൽ വേദന മാറുന്നത് എന്നുള്ളത്. പിന്നെ യഥാർത്ഥ അക്യുപങ്ക്ചർ പറഞ്ഞാൽ അവർ ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്, സ്കാനുകൾ ഉപയോഗിക്കുന്നുണ്ട്, നിലവെക്കുന്ന മരുന്നുകൾ ഒരിക്കലും നിർത്തണമെന്ന് ഒരു പിന്നെ ക്വാളിഫൈഡ് അക്യുപങ്ക്ചറിസ്റ്റും പറയില്ല. ഇവിടെയൊക്കെ ഉണ്ട്. കേരളത്തിൽ അവർ വളരെ ചെറിയ നമ്പറേ ഉള്ളൂ. അതിനേക്കാളും ആയിരക്കണക്കിന് ആളുകൾ കൂടുതലാണ് ഇപ്പുറത്തുള്ളത്. മരുന്നുകൾ നിർത്തണമെന്ന് അവർ പറയുന്നില്ല. അവർ പിന്നെ ആ ചികിത്സകൾ തുടരുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് ഇത് ഉപയോഗിക്കുക. യഥാർത്ഥ അക്യുപങ്ക്ചർ ഒറ്റ സൂചിയല്ല. അവർ ശരീരത്തിൽ 280 നീഡിൽ പോയിൻറ്റ്സ് WHO ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ പോയിന്റിൽ നീഡിൽ ഉപയോഗിച്ചിട്ടാണ് അവർ മാറ്റുന്നത്. ഇപ്പോൾ കണ്ണിനാണ് ഒരു വേദനയെങ്കിൽ ആ കണ്ണിൻ്റെ പരിസരത്തായിരിക്കണം നീഡിൽ ഉപയോഗിക്കേണ്ടത്. തലവേദന ആണെങ്കിൽ ആ ഏരിയയിലായിരിക്കും ഉപയോഗിക്കുക. എവിടെയാണ് പ്രശ്നം വെച്ചാൽ അതിൻ്റെ പരിസരങ്ങളിലാണ് നീഡിൽ ഉപയോഗിക്കുക. ഇതിന് പകരം ഇവരെന്താ ചെയ്യുന്നത്, എല്ലാ രോഗങ്ങൾക്കും വിരലിൻ്റെ തുമ്പത്ത് ഒരു സൂചി കുത്തിയിട്ട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് വിട്ടിട്ട് നിങ്ങളെ രോഗം മാറിയെന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒറിജിനൽ അക്യുപങ്ക്ചറായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് തനി അന്ധവിശ്വാസമാണ്. അതിന് നിർഭാഗ്യവശാൽ ഈ അക്യുപങ്ക്ചറിൻ്റെ പേര് അവർ എടുത്തണിഞ്ഞിട്ട് കുറച്ച് വിശ്വാസം കൂട്ടിച്ചേർത്ത് ആളുകളെ വഞ്ചിക്കുകയാണ് ചെയ്യണത്. പ്രത്യേകിച്ചും ഭയങ്കര ഒരു തീവ്രവാദത്തിലേക്ക് ഈ അടുത്ത് വിവാദ വിധേയമായ ഒരു സഹോദരിയുടെ പ്രസ്താവന ഫേസ്ബുക്കിൽ കമൻ്റായിട്ട് ഇങ്ങനെ കണ്ടു. അതായത് ആക്സിഡൻറ്റ് പറ്റി റോഡിൽ കിടന്ന് എന്ത് സംഭവിച്ചാലും ആശുപത്രിയിലേക്ക് പോവില്ല എന്നിടത്തോളം തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ്. എൻ്റെ മുറിഞ്ഞ വിരലാണെങ്കിൽ പോലും ഞാൻ തുന്നിക്കൂട്ടാൻ നോക്കില്ല. അതെ, ഇത് ആരോടുള്ള വിരോധമാണ് ഈ കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരാൾക്ക് നിലപാടെടുക്കാം. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല അനുഭവ സാക്ഷ്യങ്ങൾ. ഒരാൾക്ക് അയാളുടെ കാര്യത്തിൽ അനുഭവം മതി, എനിക്കിങ്ങനെ അനുഭവമുണ്ട് അതുകൊണ്ട് ഞാനിത് ചെയ്യുമെന്ന് പറയും. പക്ഷേ അതൊരു പ്രൊപ്പഗേഷനാക്കി പ്രചരണമാക്കി മാറ്റുമ്പോൾ അവിടെയാണ് വിഷയം. ഫസാദായിട്ട് നമ്മൾ കൂട്ടേണ്ടി വരും. കുഴപ്പം സൃഷ്ടിക്കുക നാട്ടിൽ എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ്. നേരത്തെ നിങ്ങൾ ചോദിച്ചില്ലേ വീട്ടു പ്രസവം, ഒരാൾക്ക് അങ്ങനെ ഡിസിഷൻ ഇവിടുത്തെ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അങ്ങനെ എടുക്കാമെങ്കിൽ, പക്ഷേ അത് മാത്രമല്ല ചെയ്യുന്നത്, അത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതൊരു വലിയ സംഭവമാക്കി മാറ്റി ആളുകളെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ സംഭവിക്കുന്ന നമ്മൾ എന്താണെന്നുള്ളത് കണ്ടു. പ്രസവത്തിൽ എങ്ങനെയാണ് കുട്ടികൾ മരിക്കുന്നത് എന്നും സ്ത്രീകൾക്ക് സംഭവം. കാരണം അത്രയും അപകടം പിടിച്ച ഒരു പ്രോസസ്സാണ് ഇപ്പോൾ പ്രസവം. കാരണം എന്താ, നമ്മൾ ചോദിക്കും പണ്ട് പ്രസവിച്ചിട്ടുണ്ട്, സ്ത്രീകൾ മരിച്ചിട്ടുണ്ട്, കുട്ടികൾ മരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല പണ്ടത്തെ ഫിസിക്കൽ സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. മൊബിലിറ്റി അത്രയും കുറവാണ്, നമ്മളെ നടത്തം കുറവാണ്, നമ്മളെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ഇത്ര അധികം ഹോസ്പിറ്റൽസ് അവൈലബിൾ അല്ല, സൗകര്യങ്ങൾ അവൈലബിൾ അല്ല, മോണിറ്ററിങ് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ ഓപ്ഷൻസും ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒന്നുമില്ലെങ്കിൽ കഴുത്തിലൂടെ കോടി ചുറ്റിപ്പോയാൽ തന്നെ ശ്വാസം കിട്ടാതെ ആ കുട്ടി ഒരു ബുദ്ധിമാന്ദ്യമുള്ള വൈകല്യമുള്ള കുട്ടിയായിട്ട് ജനിക്കാം. അല്ലെങ്കിൽ ഒരു സിവിയർ ബ്ലീഡിങ് വന്ന് അങ്ങനെ. ഇപ്പോൾ ഇസ്മായിൽ ഡോക്ടർ പീഡിയാട്രീഷ്യനാണ് നമ്മുടെ കൂട്ടത്തിലുള്ള. അദ്ദേഹത്തിൻ്റെ വൈഫ് ഗൈനക്കോളജിസ്റ്റാണ്. അതുകൊണ്ട് കൂടുതൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇസ്മായിൽ സംസാരിക്കാൻ കഴിയും. മാതൃമരണ നിരക്ക് അറിഞ്ഞിട്ടൊരു നമ്പറുണ്ട്.
അപ്പോൾ കേരളത്തിൽ മാതൃഭൂമിയിലൊക്കെ പറഞ്ഞാൽ 1,00,000 പ്രസവം നടക്കുമ്പോൾ 30 അമ്മമാരാണ് മരിക്കുന്നത്. അത് ഒരു വെസ്റ്റേൺ സ്റ്റാൻഡേർഡിൻ്റെ ഒപ്പമാണ്, നമ്മൾ ലോക നിലവാരത്തിനൊപ്പം നിൽക്കുന്ന ആളുകളാണ്. ഇതേ സാധനം യു പിയിലും ആസാമിലും എത്തുമ്പോൾ 200, 300ഒക്കെയാണ് വരുന്നത്. ആഫ്രിക്കയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വീട്ടിൽ പ്രസവിക്കൽ വെച്ചാൽ പ്രസവിക്കുകയൊക്കെ ചെയ്യും. ഈ മാതൃമരണ നിരക്കും കൂടി നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. ഈ പറഞ്ഞാർക്ക് പ്രസവത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അമ്മക്കും കുട്ടിക്കും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പം എൻ്റെ അനുഭവത്തിലൊരു പ്രസവം ഉണ്ടായത് അവസാന നിമിഷം വരെ ഒരു കുഴപ്പം അമ്മക്കും കുട്ടിക്കും ഇല്ല. പ്രസവത്തിൻ്റെ 5 മിനിറ്റ് നോക്കുമ്പോൾ കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റ് ഇല്ല, കുട്ടി ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ എങ്ങനെയെല്ലാം കുട്ടീനെ വലിച്ച് പുറത്തിട്ട് ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മാൻ്റെ മറുപിള്ള വന്നതിന് ശേഷം മാരകമായ ബ്ലീഡിങ്, പൈപ്പ് തുറന്നിട്ട് പോലെ ബ്ലീഡ് ചെയ്യണം. ആ അവസ്ഥയിൽ 15 അരമണിക്കൂറിൻ്റെ ഇവരുടെ ശരീരത്തിൽ രക്തം മുഴുവൻ പോയി തീരും. അപ്പോൾ ഈ ഒരു അറിവുണ്ടല്ലോ, ഈ കുട്ടിക്ക് എന്ത് വേണമെങ്കിൽ സംഭവിക്കാം, ഉമ്മക്ക് എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ഇതൊക്കെയാണ് പുതിയ ശാസ്ത്രത്തിൻ്റെ ഫെസിലിറ്റിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഇല്ലാണ്ട് ഇസ്മായിൽ, അവിടെ ഇവർ പട്ടി ചോദിക്കാറുണ്ട്, പ്രസവിക്കുന്നില്ല, പൂച്ച പ്രസവിക്കുന്നില്ല എന്ന് വെച്ചാൽ അതിനകത്ത് മരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവിടെ ഇവർ ചോദിക്കാറുണ്ട്, ആശുപത്രിയിലും ഹോസ്പിറ്റലിലും മരിക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോലും മരിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടായിട്ടും ബ്ലീഡിങ്ങിനെ അഡ്രസ്സ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിട്ടും മോണിറ്റർ ചെയ്യാൻ ഡോക്ടർമാരുണ്ടായിട്ടും എന്നിട്ടും മരിക്കുന്നുണ്ടെങ്കിൽ അപകട സാധ്യത ഇതിൽ അതിൻ്റെ എത്രയോ ഈ തോതിൽ ബ്ലീഡിംഗ് എന്തുകൊണ്ട് നമ്മൾ ഒരു 10 മിനിറ്റിനൊക്കെ ഇവരുടെ വയറ് തുറന്ന് ആ യൂട്രസിലേക്ക് വന്ന് മെയിൻ 2 രക്തക്കോയിലുകൾ ക്ലാമ്പ് ചെയ്ത് നോക്കും. അത് ബ്ലോക്ക് ചെയ്യും നമ്മൾ. എന്നിട്ട് നിൽക്കുന്നില്ലെങ്കിൽ വിത്തിൻ 20-30 മിനിറ്റ്സിൽ യൂട്രസ് റിമൂവ് ചെയ്യണം. എന്നിട്ട് മൊത്തത്തിൽ തുന്നി കൂട്ടണം. ഇത്രയും അതിൻ്റെ റിസ്ക് എത്രയെന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ. അത്രയൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ഉള്ളപ്പോഴാണ് ഇതൊന്നും വേണ്ട വീട്ടിൽ നിന്ന് പ്രസവിച്ചോളെന്ന് പറയുമ്പോൾ ഇത്ര ഇപ്പോൾ 2 ഉമ്മമാർ മരിച്ചുകൊണ്ടില്ല. ഈ നമ്പർ പറയുന്നതിലുണ്ടൊരു പ്രശ്നം. അതായത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രോഗികൾ ആശുപത്രികളെ സമീപിക്കുമ്പോഴാണ് ഈ മിസ്റ്റേക്സും സംഗതികളും ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഈ അപകടങ്ങൾ ഉണ്ടാവുന്നത്. ഇത് വളരെ കുറഞ്ഞ പേഷ്യൻ്റെ അകത്ത് തന്നെ മരണം സംഭവിക്കുകയാണ്. നമ്മളതിൻ്റെ നമ്പർ എന്നിട്ട് തന്നെ ഇവർ ചോദിക്കുന്നുണ്ട്, പിന്നെ മരണം ഉണ്ടായിട്ട് നിങ്ങളത് ഓഡിറ്റ് ചെയ്തു, ഇതിനെ മാത്രമേ ഓഡിറ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഒന്നല്ല. ഓരോ മെറ്റേണൽ മോർട്ടാലിറ്റിയും ഓരോ ബേബി മോർട്ടാലിറ്റിയും അതിന് ജില്ലാതലത്തിൽ കമ്മിറ്റി ഉണ്ട് കേരളത്തിൽ. അവർ എക്സ്പേർട്സ് 3-4 ആൾക്കാർ ഇരുന്നിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കണം. നമ്മളെ കയ്യിൽ നിന്ന് ഡെത്ത് ഉണ്ടായാൽ ആ റിപ്പോർട്ട് മുകളിലേക്ക് പോകും. അത് മന്ത്ലി സ്റ്റേറ്റ് ലെവലിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് WHO ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊന്നും ഓഡിറ്റ് ചെയ്യാണ്ട് പോകണമെന്നില്ല. ഓരോ മരണം എല്ലാവരും ആൻസറബിൾ ആണ്. അപ്പോൾ ഇവരെ പറയും നമ്മുടെ മരണം മാത്രമേ ഓഡിറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയൊന്നുമല്ല. ഇതിനൊരു സിസ്റ്റം ഉണ്ട്, അത് ഓഡിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് തെറ്റുകാരിയാണെങ്കിൽ പണിഷ് ചെയ്യുന്നുണ്ട്, കോടതിയിൽ പോകാം, അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ നമുക്കും അതിൽ വിയോജിപ്പില്ല. അതായത് എത്തിക്കൽ പ്രാക്ടീസസ് കൂട്ടി കൊണ്ടുവരണമെന്നും, ഈ മേഖല എന്ന് പറയുന്നത് വളരെ പരിപാവനമായൊരു മേഖലയാണ്, ആശുപത്രി മേഖല. മനുഷ്യരെ നിസ്സഹായരാവുന്നൊരവസ്ഥയിലാണ് ഓരോ ആശുപത്രിയും സമീപിക്കുന്നത്, ഡോക്ടറെ അടുത്ത് എത്തുന്നതെന്നൊക്കെയുള്ള ബോധം നമുക്കുണ്ടാവണം. ഏറ്റവും എന്താ പറയുക, പരിപാവനമായൊരു പ്രാക്ടീസിങ് രീതി, എത്തിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്ന രീതി അവിടെ ഉണ്ടായിരിക്കണം. ചൂഷണങ്ങൾ പാടില്ല. ഇതിലേക്ക് നമ്മുടെ സമൂഹത്തെയും ആശുപത്രിയും മൊത്തം സമൂഹത്തിൻ്റെ മനസ്സിനെയും ഒക്കെ കൊണ്ടുവന്ന്, ഇപ്പോഴത്തെ പ്രയോഗം തന്നെ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി എന്നാണ്, ആശുപത്രി വ്യവസായം എന്നാണ്. ഇപ്പം കോർപ്പറേറ്റുകൾ നിരന്തരമായി പൈസ ഇതിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് ലാഭമാണ്. അപ്പോൾ ആ ഫീൽഡ് മലിനമായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത എല്ലാവരും തിരിച്ചറിയും. അതിനെ തിരിച്ചു പിടിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ മനുഷ്യരാശി നേടിയെടുത്തിരിക്കുന്ന വലിയൊരു വളർച്ചയാണല്ലോ അത്. ആ വളർച്ചയെ നഷ്ടപ്പെടുത്തുകയും അതിനെ തള്ളിക്കളയുകയല്ല ചെയ്യേണ്ടത്, അതിനെ ശുദ്ധീകരിച്ചെടുക്കുകയും നന്നാക്കി തീർക്കുകയാണല്ലോ ചെയ്യേണ്ടത്. അതിന് പരിഹാരമായി നിർദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ മനുഷ്യർ വന്ന വഴികളിലേക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, വളരെ ഗ്രോത്തിനെ നമ്മൾ റിട്ടാർഡ് ചെയ്യാണ്, തിരിച്ചാക്കുകയാണ്. നമ്മൾ പഴയ കാലത്തിലേക്ക് പോയി തിരിഞ്ഞടക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ സംഭവിക്കുന്നത് വലിയ നഷ്ടമായിരിക്കും. ആരോഗ്യപരമായ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേടിയെടുത്ത എല്ലാ വളർച്ചയും നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിലൂടെ സംഭവിക്കുക. ഈ മോഡേൺ മെഡിസിനിൽ ചൂഷണമുണ്ട് അല്ലെങ്കിൽ സർജറികൾ കൂടുതലാന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഇഷ്ടംപോലെ ആശുപത്രിയിൽ സ്വകാര്യ സർക്കാർ മേഖലകളിൽ ധാരാളം ഉണ്ട്. ചിലവില്ലാതെ നിങ്ങൾക്ക് 5 രൂപ ചിലവില്ലാതെ പ്രസവിക്കുക, വീട്ടിലേക്ക് തിരിച്ചങ്ങോട്ട് വണ്ടി പിടിച്ച 5,000 രൂപ നിങ്ങൾ കയ്യിൽ തന്ന് വിടുന്ന സർക്കാർ സംവിധാനം ഉണ്ട്. കൂടാണ്ട് ഓപ്പറേഷൻ വേണ്ടാതെ പ്രസവിക്കണേ അതിനുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്. അപ്പോൾ നേരത്തെ നജീബ് സാഹിബ് പറഞ്ഞവർക്ക് കോർപ്പറേറ്റുകൾ 18,000 കോടി എത്രയാണ് കേരളത്തിൽ ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ ഇവിടുത്തെ ആശുപത്രികൾ വാങ്ങിക്കൂട്ടാൻ വേണ്ടി അമേരിക്കൻ കോർപ്പറേറ്റുകളൊക്കെ ഇറക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പോലും നമ്മൾ നോക്കേണ്ടത് ഈ പറഞ്ഞവർക്ക് അതല്ലാതെ മൂല്യങ്ങൾ ഹോൾഡ് ചെയ്യുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെ സർക്കാർ സംവിധാനമുണ്ട്, അതിനെ ഹോൾഡ് ചെയ്യാണ് വേണ്ടത്. അല്ല ബദലുകളുണ്ടല്ലോ, അല്ല എല്ലാവരും പിടിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നൊരു സിസ്റ്റം ഒന്നല്ല നമ്മളെ നാട്ടിൽ ഉള്ളത്. നമുക്ക് ചോയ്സുകളുണ്ട്. അപ്പോൾ അത് വെറുതെ ഒരു വേറൊന്ന് ഇസ്മായിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് അലോപ്പതി വിരുദ്ധത എന്നുള്ള ഒരു പ്രബോധനം ഇവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെയാണെങ്കിൽ മറ്റ് ചോയ്സസിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ ഹോമിയോപ്പതിയിലേക്ക് പോയിക്കോ, അല്ലെങ്കിൽ ആയുർവേദത്തിലേക്ക് പോയിക്കോ, യുനാനിയിലേക്ക് പോയിക്കോ എന്നല്ല ഇവർ പറയുന്നത്. ഈ വ്യാജ അക്യുപഞ്ചറിലേക്കാണ് പിന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ തമാശ. അപ്പോൾ യഥാർത്ഥത്തിൽ തന്നെ അവർക്ക് രോഗികളോടുള്ള ചൂഷണം മാത്രമാണ് പ്രശ്നമെങ്കിൽ മറ്റുള്ളവയെ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ കാണണം. അതും അവർ ചെയ്യുന്നില്ല. പിന്നെ അവർ പറയുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് കണ്ടുപിടിച്ച മരുന്ന് നാളെ നിരോധിക്കല്ലേ, അത് ഭയങ്കര ഡേഞ്ചറസ് എന്ന് പറയല്ലേ,
എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നത് നിങ്ങൾ ശാസ്ത്രീയമല്ലാതെ നിരോധിക്കും. അപ്പോൾ അത്രയും ആൾക്കാർക്ക് കുറേ അപകടങ്ങൾ ഉണ്ടായില്ല എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് സയൻസും മനുഷ്യൻ്റെ അറിവും ഡെയിലി ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷനൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ മനുഷ്യൻ മുതൽ അയാൾ എങ്ങനെ യാത്ര ചെയ്തിരുന്നത്, കാളവണ്ടി, നടന്നിട്ട്, കാറ്, വിമാനം. ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ ഈ റോഡൊക്കെ ഒരു തമാശയായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഫ്ലൈയിങ് കാർസ് എന്നുള്ള കോൺസെപ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പോൾ അന്ന് നമ്മളെ മക്കളോട് അല്ലെങ്കിൽ മക്കളോട് ഇവിടെ റോഡ് ഉണ്ടായിരുന്നു, ടാറിട്ട് അതിൽ വണ്ടി ഇങ്ങനെ പോകുമായിരുന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കില്ല. നമ്മളെ പിന്നെ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഫ്ലൈ ചെയ്ത് അടുത്ത ആളെ ഡെസ്റ്റിനേഷനിൽ പോയി ഇറങ്ങുന്ന വണ്ടികളുണ്ടാവും. അപ്പോൾ അന്നത്തെ കാലത്തെ ആൾക്കാർ പറയാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ മണ്ടന്മാരാണ്, അവർ ചെയ്ത് ഭയങ്കര തെറ്റാണ്, കാറ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അക്രമമായിരുന്നു, ഇവിടെ കാർബണൊക്കെ അന്തരീക്ഷത്തേക്ക് വിട്ടിട്ട് പൊല്യൂഷൻ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സയൻസിൻ്റെ മനുഷ്യൻ്റെ അറിവിൻ്റെ ഒരു സ്വാഭാവിക എവല്യൂഷനാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷനും അങ്ങനെ തന്നെയാണ്. പണ്ടൊരു കത്തയച്ചാൽ ഒരു കത്ത് ചുമന്നുകൊണ്ട് ഒരാൾ ഓടി നടന്നിട്ടാണ് ദിവസങ്ങളോളം ഓടിയിട്ടാണ് ഡെസ്റ്റിനേഷനിൽ കത്ത് എത്തിച്ചിരുന്നത്. അവിടുന്ന് പോയിട്ട് പിന്നെ ഫോണാകുമ്പോൾ തന്നെ നാട്ടിലൊരു ഫോണായി, നാട്ടുകാർ മുഴുവൻ ആശ്രയിക്കുന്നിടത്തുനിന്ന് ഇന്ന് എൻ്റെ ബെഡ്റൂമിൽ കിടന്ന് എനിക്ക് ഈ മൊബൈൽ ഉപയോഗിച്ച് സംസാരിക്കാം, നാളെ ഇതല്ലാത്തൊരു സംവിധാനം വരുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ സയൻസ് ഇവോൾവ് ചെയ്യുന്നതായിട്ട് മാത്രമേ ഇതിനെ കൂട്ടാൻ പറ്റുള്ളൂ. ഇതിൽ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നൊരു പ്രചരണവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇതിനെ കൂട്ടിക്കെട്ടുന്നത് പ്രധാനമായിട്ടും. അതായത് തന്നെ മുസ്ലിം സംഘടനകളൊന്നും ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയോ ഇതിന് അനുകൂലമായിട്ട് നിൽക്കുകയോ ഇത്തരം ചികിത്സാ രീതികളെ പ്രൊമോട്ട് ചെയ്യുകയോ യാതൊരു തരത്തിലുള്ള നിർവാഹം അങ്ങനെ ചെയ്തിട്ടുമില്ല. പക്ഷേ പ്രചരണങ്ങൾ മുഴുവൻ നടക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി ഇങ്ങനെയാണ്, ഈ രീതിയിലുള്ള ഇപ്പോഴത്തെ നിലവിലുള്ളൊരു സോഷ്യൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കൂടിയാണല്ലോ അത്തരം പ്രചരണങ്ങൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെ കൂടി കമ്മ്യൂണിറ്റി അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഒരു വസ്തുതയല്ലേ? തീർച്ചയായിട്ടും അതിൻ്റെ ഡാറ്റാപരമായി എത്ര ആളുകൾ അഫക്റ്റഡ് ആണ്, എത്ര പേരുണ്ട് എന്നൊന്നും നമുക്കറിയില്ലെങ്കിലും മൊത്തത്തിൽ പ്രചാരണങ്ങളിൽ അത് നന്നായി നിഴലിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല നമ്മളത് വിസിബിലിറ്റി എന്തായാലും ഉണ്ട്, അതിന് അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനി വസ്തുതാപരമായിട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ട സംഗതിയാണ്. പക്ഷേ ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം സംഘടനകൾ ആരും തന്നെ ഇതിനെ ഔദ്യോഗികമായി അംഗീകരിക്കുകയോ പ്രൊമോട്ട് ചെയ്യുന്നതിന് താല്പര്യപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. അവരോട് വ്യക്തിപരമായി സംസാരിച്ച് കഴിഞ്ഞാലൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫീൽഡ് അല്ലാത്തൊരു മേഖലയിൽ കയറി അഭിപ്രായം പറയുന്നതിന് പരിധികളുണ്ടാകും. കാരണം ഇതൊരു ചികിത്സാ മേഖല, ആരോഗ്യ മേഖല എന്നുള്ള രീതിയിലായിരിക്കാം അവർ ഒരുപക്ഷെ മൗനം പാലിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എന്നാൽ പോലും ഇതൊരു സാമൂഹിക വിപത്താകുന്ന ഒരു ഘട്ടം വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഇടപെടൽ അനിവാര്യമായി തീരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക, അതിലൂടെ ആളുകളെ അപകടത്തിലേക്ക് നയിക്കുക എന്നൊക്കെയുള്ള ഘട്ടം വരുമ്പോൾ ഇതിൽ നേരത്തെ ഇസ്മായിലൊക്കെ പറഞ്ഞതുപോലെ ഏത് ചികിത്സാ രീതി സ്വീകരിക്കണം അത് ഓരോ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്. അവൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ച് അവർക്ക് സ്വീകരിക്കാം. പക്ഷെ അത് സ്വീകരിക്കുന്നതിന് ഒരു മാനദണ്ഡം നാട്ടിലുണ്ടല്ലോ. ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത കോഴ്സസും അപ്രൂവ് ചെയ്ത മെഡിക്കൽ സ്ട്രീംസ്, നേരത്തെ പറഞ്ഞ പോലെ ഹോമിയോ ഉണ്ട്, ആയുർവേദം ഉണ്ട്, അലോപ്പതി ഉണ്ട്, ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് ഏതും അയാൾക്ക് സ്വീകരിക്കുക. നമുക്ക് ഒരു മിനിമം ബേസ് വേണമല്ലോ. ആ മിനിമം ബേസിനപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ട് സമൂഹത്തിൽ വലിയൊരു അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു ഘട്ടം ഇതിലൂടെ ഉണ്ടാകുമ്പോൾ, അതിലൂടെ സമുദായം തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു ഘട്ടം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇടപെടൽ അനിവാര്യമാക്കുന്നുണ്ട് ആ ഒരു സന്ദർഭം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്ന ഇതിൽ ഈ പറഞ്ഞ നിയമത്തിൻ്റെ ഫോർമാലിറ്റീസ് കോടതി ഇവർക്ക് അനുവദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇവർക്ക് BSc സർട്ടിഫിക്കറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംഘടനകൾ പരസ്യമായിട്ട് ഇവർക്ക് നിലപാടെടുക്കണമെങ്കിൽ നമ്മളിതിലകത്തൊരു ധാർമ്മികതയുടെയും നീതിയുടെയും പ്രശ്നമുണ്ട്. ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും കൃത്യമായ ഒരു വരച്ചേ തീരുള്ളൂ. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ ചില സവിശേഷമായ ചില പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളുണ്ടാവും. എന്തിനും പരീക്ഷിക്കാനുള്ളൊരു ധൈര്യം, അല്ലെങ്കിൽ എന്തിനും പ്രചാരകരാകാൻ എൻ്റെ ആക്ടിവിസ്റ്റായി മുന്നിൽ വരാനുള്ളൊരു സാഹചര്യം, ഇതൊക്കെ ആയിരിക്കും അവർ ചിലപ്പോൾ ഒരു മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നിർഭാഗ്യവശാൽ മലബാറിലെ ചില ആൾക്കാരുടെ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ പിന്നെ സവിശേഷതകൾ ഉപയോഗിച്ചിട്ട് ഈ കമ്മ്യൂണിറ്റിയിൽ കൂടുതൽ ആൾക്കാർ ഇവരെ ഇരകളാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാം തീർത്ത് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് പറഞ്ഞവർക്ക് ഒരു വരച്ചിട്ട് സ്റ്റാൻഡേർഡ് ചികിത്സകൾ എന്താ അതിൻ്റെ പുറകെ പോവുക, ഒരു ചികിത്സകനുണ്ടാവേണ്ട അടിസ്ഥാന ക്വാളിറ്റി എന്താണ്, അതിനൊരു മാർഗ്ഗദർശനമെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഇന്ന ചികിത്സ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അല്ലെങ്കിൽ ആളുകൾ അപകടത്തിൽപ്പെടുമ്പോൾ ആ ജീവന് നമ്മളൊക്കെ റെസ്പോൺസിബിൾ ആവുമെന്ന് പറയും. പിന്നെ വേറെ എന്തെന്ന് വെച്ചാൽ ഇതൊരു ചെയിൻ മാർക്കറ്റിംഗ് എന്നൊക്കെ നമ്മൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒക്കെ പോലെ വാങ്ങുന്ന ആൾ തന്നെ അതിൻ്റെ ഏജൻറ്റുമായി മാറുന്ന പോലെ കുറച്ച് നാൾ ചികിത്സിച്ച് പിന്നെ ആൾ ചികിത്സകനായി മാറുകയാണ്. വളരെ പെട്ടെന്ന് ചികിത്സകരെയാണ് പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ട അതാ, ഇപ്പോൾ ഒരു MBBS 5 കൊല്ലം കഴിയുമ്പോഴാണ് അയാൾ പുറത്തിറങ്ങുന്നതെങ്കിൽ ഇവിടെ 6 മാസം കൊണ്ട് പുതിയൊരു ഡോക്ടർ എന്നുള്ള ആൾ ഈ മേഖലയിൽ പുറത്തിറങ്ങുകയാണ്, ഈ വ്യാജ അക്യുപഞ്ചർ മേഖലയിൽ. അപ്പോൾ ഇതൊരു അട്രാക്റ്റീവ് സാധനമാണ്. കാരണം എനിക്ക് സയൻസ് പഠിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല, ഒരു പക്ഷേ 10ാം ക്ലാസ്സിൻ്റെയോ +2ൻ്റെ അപ്പുറത്തേക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ തന്നെയും ഞാനൊരു ഡോക്ടറായി മാറുന്ന ഒരു പ്രൊമോഷനാണ് ഇപ്പോൾ ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു രസമുള്ള പരിപാടിയാണല്ലോ. നിങ്ങളൊരു അസുഖമായിട്ട് വരുന്നു, ഹെൽപ്ലെസ് ആയിട്ട് വരുന്നു, ഞാൻ നിങ്ങളെ മാറ്റിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ റെസ്പെക്റ്റ് ഞാൻ പിടിച്ചു വാങ്ങുന്നു, അതിനനുസരിച്ചുള്ള വരുമാനം കിട്ടുന്നു. ഇതൊരു വലിയ അട്രാക്റ്റീവ് സാധനമാണ്. അപ്പോൾ അതിലേക്ക് കൂടുതൽ ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ഇതിനെതിരെ വരുന്ന ഓരോ ചോദ്യങ്ങളെയും പല്ലും നഖവും ഉപയോഗിച്ച് ചെറുക്കാനും ഒരു ബാധ്യസ്ഥമാണ്.
കാരണം ഇത് നഷ്ടപ്പെടാനുള്ളത് വലിയൊരു സൗഭാഗ്യം കൂടിയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ചില്ലറയല്ല. അപ്പോൾ ഈ ഒരു കാരണം കൂടി ഇവരിതിനെ ബ്ലൈൻഡായിട്ട് ചെറുത്ത് നിൽക്കുന്നതിലും ഡിഫെൻഡ് ചെയ്യുന്നതിലും ഉണ്ട് എന്ന് നമ്മൾ കാണണം. ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒന്ന് സർക്കാർ കർശനമായ നടപടികൾ ഇക്കാര്യത്തിൽ എടുക്കണം, സ്റ്റെപ്സ് എടുക്കണം, മോണിറ്റർ ചെയ്യാനുള്ള ബോഡികൾ ഉണ്ടാക്കണം, എന്നിട്ട് ഔദ്യോഗിക ക്വാളിഫിക്കേഷനുള്ള ആളുകൾ അംഗീകരിക്കട്ടെ, അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യട്ടെ, നമുക്ക് വിരോധമില്ല. രണ്ടാമത്തത്, ജനങ്ങൾ ജാഗ്രത പാലിക്കണം. എന്ന് വെച്ചാൽ ഇത്തരം അവകാശവാദങ്ങളോട് സാമാന്യ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് അതിനെ പരിശോധിക്കാനും സ്വന്തം ജീവിതവും ജീവനൊക്കെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാകാനൊക്കെ ജനങ്ങളും തയ്യാറാകണം എന്നുള്ളതാണ് രണ്ടാമത്തെ വശം. മൂന്നാമത്തത്, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ മിക്ക ആളുകളും തന്നെ ഓരോ സംഘടനയ്ക്ക് കീഴിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവരിൽ ആർക്കും ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ്. അപ്പോൾ അതിൽ മനസ്സിലാകുന്ന ആളുകൾ അവരുടെ അണികളെയും പ്രവർത്തകരെയൊക്കെ ഇക്കാര്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും എന്താ പറയുക, കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങളെ സമീപിക്കാൻ ഈ അണികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സംഗതി ഇമ്പ്രൂവ് ആവും എന്നാണ് ഇത് ശരിക്കും പറഞ്ഞൊരു കൾട്ട് പോലെയാണ്. ഞാൻ 2 മിനിറ്റ് ഒന്ന് പറയാൻ വിചാരിച്ചിട്ടുണ്ട്. ഒരാൾ ഇതിനകത്ത് പോയി പെടുന്നത്, ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നല്ല മനോഹരമായൊരു മുദ്രാവാക്യമായിട്ടൊരു ക്ലാസ് നടത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പള്ളികളിൽ അങ്ങനത്തെ നോട്ടീസ് വിതരണം ചെയ്തിരുന്നു. മരുന്നില്ലാത്ത ലോകം സാധ്യമാണ്, പിന്നെ നമ്മുടെ മുഖ്യ പ്രചാരകൻ സംസാരിക്കുന്നു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ ആകൃഷ്ടരായ ആൾക്കാർ, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ വേദനകളൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് രോഗം മാറിയെന്ന് തോന്നുമ്പോൾ അതോടുകൂടി കൂടെ പോകുന്ന ആൾക്കാരെ പിടിച്ച് ഇവർ ഡോക്ടറൊക്കെയാണ്. പിന്നെ ഒരു ലൈഫ് ലോങ് പാക്കേജാണ്. ഇയാൾ മരിക്കുന്നത് വരെ ഈ ചികിത്സയ്ക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇയാൾ കവർ ചെയ്ത് കൊടുക്കും. പിന്നെ ഒരു മീഡിയ പ്രശ്നം, ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ പോലെ അപ്പോൾ മീഡിയനെ അതിൻ്റെ ആളുകളെ പോയി കണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുക, അല്ലെങ്കിൽ കോടതി കേസ് ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കുക. മരിക്കാൻ ആവുന്ന സമയത്ത് പോലും ഇവരെ തള്ളി പറയാത്ത പോലെ മാനസികമായൊരു അടിമത്തത്തിലേക്ക് ഇതിൻ്റെ അണികൾ പോകുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഈ ചർച്ചകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനകത്ത് പോയിപ്പെട്ട ആൾക്കാരോട് നമുക്ക് എത്രത്തോളം ഇത് പറയാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ പോകാൻ സാധ്യതയുള്ള ആൾക്കാരോട് നമ്മളത് തീർച്ചയായിട്ടും പറയണം. അതുപോലെ എനിക്ക് തോന്നുന്നത്, ഈ പറഞ്ഞ വ്യാജ ചികിത്സകൻ്റെ അവർക്കൊരു കൺവക്കേഷൻ സെറമണിയൊക്കെ ഉണ്ട്, ഡിഗ്രി കിട്ടിയ ആൾക്കാർ പുറത്തിറങ്ങുന്നതിനൊക്കെ. അതിൽ മുഖ്യാതിഥികളായി വന്നിട്ടുള്ളത് എല്ലാം രാഷ്ട്രീയക്കാരാണ്. നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോൾ ജലീലുണ്ട്, പിന്നെ ആബിദ് ഹുസൈൻ MLA ഉണ്ട്, ജസ്റ്റിസ് കമാൽ പാഷ ഉണ്ട്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ മാസം കോട്ടയത്ത്, അത് ഇപ്പോൾ പറയുമ്പോൾ ചട്ടിപ്പറമ്പിലെ ഉമ്മാൻ്റെ മരണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ കോട്ടയത്തിലെ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായിട്ട് വന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അപ്പോൾ ഈ മരണങ്ങളിൽ ഇതിൻ്റെ പങ്കുപറ്റുന്ന രാഷ്ട്രീയക്കാർക്കും കൂടി ഉത്തരവാദിത്തം ഉണ്ടെന്നുള്ള തിരിച്ചറിയണം. ഇതൊക്കെ വെച്ചിട്ടാണ് ഇതിനെ ഇവർ ജനറലൈസ് ചെയ്യുന്നതും ഇത് നല്ല സാധനമാണെന്ന് ആളുകൾക്ക് തോന്നി ഇതിനെ കച്ചവടം ചെയ്യാൻ കഴിയുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ അർത്ഥത്തിൽ ഇതിനെ തിരിച്ചറിയണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതിൽ ഉത്തരവാദിത്തം ഉണ്ട്. ഇപ്പോൾ അല്ലാണ്ട് ഇത് ഒറ്റയ്ക്ക് ഇയാൾ ചെയ്യുന്നൊരു കച്ചവടമല്ല നമ്മൾ ഇത് തിരിച്ചറിയണം. ആളുകളൊരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക്, ഈ അടുത്ത് ഭാര്യ ഈ ചികിത്സയിലൂടെ മുന്നോട്ട് പോയി മരണത്തിന് കീഴടങ്ങിയ ഒരു 43 വയസ്സോ അങ്ങനെ ഉള്ളൂ, വളരെ ചെറുപ്പക്കാരിയാണ്, 4 മക്കളുമുണ്ട്. അപ്പോൾ അവരുടെ ഒരു കഥ, ഭർത്താവിൻ്റെ വോയിസും തന്നെ ഞാനിങ്ങനെ കേട്ടു. അപ്പോൾ അവരൊക്കെ സംഭവിക്കുന്നത്, പിന്നീട് എന്ത് ചികിത്സ ചെയ്യണമെന്ന് ആരൊക്കെ പറഞ്ഞാലും ആശുപത്രിയിലേക്ക് പോവോ, അവസാനം ബോധം കെടുമ്പോൾ എടുത്തുണ്ടോ എന്നതല്ലാതെ നേരത്തെ പോകാനോ അവരുടെ മനസ്സ് മാറ്റാനോ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു മാനസിക അടിമത്തത്തിലേക്ക് അവർ എത്തിപ്പോകുന്നുണ്ടെന്നുള്ളതാണ്. ഇസ്മായിൽ, ആ റിപ്പോർട്ട് കണ്ടിരുന്നു അറിയില്ല, TSH 5 വേണ്ടടുത്ത് ഞാൻ എഴുതിയത് ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു അല്ലേ? അതായത് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 170. 170 ആണ്. അതായത് നോർമൽ വാല്യൂ വേണ്ടത് 5 ആണെങ്കിൽ 170 എന്ന് പറഞ്ഞാൽ അത്രയും കൂടിയ അവസ്ഥയിൽ പോലും ആശുപത്രിയിലേക്ക് എത്തിച്ചില്ല, മരിച്ചുപോയി അവസാനം. 4 കുട്ടികളുടെ ഉമ്മയാണ്. ആ കുട്ടികൾക്കൊക്കെ പനി വന്നു, അവരെല്ലാം മരുന്നഴിച്ച് മാറി. ഇവർ ഈ കയ്യിലും കാലിലും പ്രഷർ കൊടുക്കുക അറിഞ്ഞ് ബെഡിൽ ചുരുണ്ട് കൂടി. അതിൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് എന്നെ കരഞ്ഞിട്ടാണ് ഇത് പറഞ്ഞത്. അങ്ങനെ പ്രഷർ എടുക്കുക എന്നല്ല പറഞ്ഞ അവസാനം ആശുപത്രി കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ലായിട്ട് പിടിച്ച് സെഡേറ്റ് ചെയ്ത് മയക്കിയിട്ടാണ് അവരെ ടെസ്റ്റ് ചെയ്തത്. അപ്പോഴേക്കും ലങ് ഫുള്ള് ന്യൂമോണിയ ആയിരുന്നു. അവരെ ബ്ലഡ് ടെസ്റ്റ് ഇതുപോലെയായിട്ട് മരിക്കുമ്പോൾ പോലും അവർക്ക് ആ ചികിത്സ ഒന്ന് വിടാൻ കഴിയുന്നില്ല. അതെ, അത്തരത്തിലുള്ളൊരു മാനസിക അടിമത്തം അവരുണ്ടാക്കി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഒരൊറ്റ പോയിന്റ്, BSS പറഞ്ഞൊരു സർട്ടിഫിക്കറ്റാണ് നമ്മൾ ഇതിനെതിരെ ന്യായമായിട്ട് ഉപയോഗിക്കുന്നത്. BSS പറഞ്ഞാൽ ഭാരത് സേവക് സമാജ് എന്ന് പറഞ്ഞാൽ അത് എന്തിനു വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ റിസപ്ഷനിൽ ഇരിക്കുന്ന ഒരാൾ ഒരു കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എനിക്ക് BSSൽ ഒരു രജിസ്ട്രേഷൻ എടുത്തിട്ട് ഓഫീസ് സെക്രട്ടറി എന്ന് പറഞ്ഞൊരു കോഴ്സ് നടത്താൻ അവർക്ക് ഒരു കൊല്ലം 50,000 രൂപ കൊടുത്താൽ എനിക്കിവിടെ 6 മാസം ഇരുന്ന് പോകുന്ന കുട്ടികൾക്കൊക്കെ ഒരു BSൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും. ഞാൻ BSൻ്റെ സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ട്, അക്യുപഞ്ചറിന് 3-4 കോഴ്സ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു ഡീപ്പായി പോകുമ്പോൾ ഒന്നുമില്ല. അവർ അതിനകത്തൊരു സെറ്റ് ഓഫ് കരിക്കുലം സിലബസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ ബ്ലാങ്ക് ആണ്. അങ്ങനെ സർക്കാർ ഒരു വിലാസം തട്ടിപ്പാണ് BSS. അത് വെച്ചിട്ടാണ് ഇവർ പറയുന്നത്. ഇനി ശരി, BSSന് അംഗീകരിക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ കംപ്ലീറ്റ് ഗവൺമെന്റ് ബോഡി അല്ല, അല്ല സർക്കാരിൻ്റെ 952 ലാൽ ബഹാദൂർ ശാസ്ത്രിൻ്റെ കാലത്തേറ്റ് വന്നൊരു ഈ ഗ്രാമീണ മേഖലയിലെ ആളുകളെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തൊരു സർട്ടിഫിക്കറ്റാണ്. ചെറിയ ചെറിയ സ്കില്ലുകൾക്ക് അതൊന്നും ഒരു വാലിഡ് സർട്ടിഫിക്കറ്റ് അല്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സർട്ടിഫിക്കറ്റുകൾക്ക് പോലും ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീസിൽ അനുവാദം ഇന്ത്യയിലില്ല, ഒരു കോടതിയും കൊടുത്തില്ല. ഈ പറഞ്ഞ ആർക്കും, ഇവരുടെ മെയിൻ ഉസ്താദിന് പോലും സ്വതന്ത്രമായി ഈ പറഞ്ഞ പ്രാക്ടീസ് ചെയ്യാനുള്ള അനുവാദം ഈ പറഞ്ഞ പഠിപ്പുകൊണ്ടില്ല.
ഒരാളുടെ കീഴിൽ ഒരു ക്വാളിഫൈഡ് മെഡിസിൻ ഡിഗ്രി ഉള്ള ഒരാളുടെ മോഡേൺ മെഡിസിൻ ഹോമിയോ ആയുർവേദം അവരുടെ കീഴിൽ വേണമെങ്കിൽ ഇവർക്ക് അസിസ്റ്റൻ്റായിട്ട് നിൽക്കാം. അതിനുള്ളൊരു സർട്ടിഫിക്കറ്റിൻ്റെ വലിപ്പം മാത്രമേ സർട്ടിഫിക്കറ്റ് ഉള്ളൂ. ബേസിക് മെഡിക്കൽ ഡിഗ്രി ഉള്ള ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് ഇവരുടെ കോഴ്സ് എടുക്കുകയാണെങ്കിൽ എനിക്ക് അഡീഷണൽ ആയിട്ട് അക്യുപങ്ചർ പ്രാക്ടീസ് ചെയ്യാം. ഇതാണ് എൻ്റെ ലീഗൽ വശം. അതൊന്നും ഇവർ പറയില്ല. അതിൻ്റെ ഇത്രയൊക്കെയാണ് ഇത്. നമ്മൾ ഏതാണ്ട് 1 മണിക്കൂറിനടുത്ത് സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും.